ഏതായാലും 9ഉം 1ഉം 10 മക്കൾ ജനിച്ചു എന്ന് പറഞ്ഞു. ആർക്ക്? കർദമനും ദേവഹൂതിക്കുമായിട്ട്. അതിൽ ആദ്യ കുട്ടിയായിട്ടുള്ള കല എന്ന മകളെ മരീചി മഹർഷിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. അനസൂയയെ അത്രിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. അതൊക്കെ തത്വാർത്ഥങ്ങൾ വേറെയാണ് കേട്ടോ. ഉള്ളിൽ അസൂയ ഒഴിഞ്ഞിടാതെ ഭഗവാൻ നേരിൽ വരികില്ല. ആരുടെ ഉള്ളിൽ അസൂയയില്ലയോ അവരാരാവുന്നു? അനസൂയയാവുന്നു. അനസൂയായ എന്താ ഉണ്ടാവുക? ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ പ്രസവിക്കാനുള്ള കരുത്തുണ്ടാവും. മനസ്സിലായില്ലേ? ഭഗവാന്റെ കുട്ടിയല്ലേ ആവുക ചെയ്യുക, ഭഗവാന്റെ അമ്മയാവാൻ സാധിക്കുന്ന പറയുക. അപ്പോൾ സ്ത്രീകളുടെ ഒരു വലിപ്പം ചെറുതാണോ? അപ്പോൾ ഭക്തി കൊണ്ട് നമ്മുടെ ഹൃദയം അങ്ങോട്ട് വിശാലാക്കി കഴിഞ്ഞാൽ ഭഗവാനെ അകത്താക്കാം. ത്രിഗുണങ്ങൾക്ക് അതീതമായിട്ടുള്ളൊരവസ്ഥ. തത്വാർത്ഥം അങ്ങനെയൊക്കെ പോവും. ഏതായാലും അനസൂയയെ അത്രി മഹർഷി വിവാഹം കഴിച്ചു. ശ്രദ്ധ എന്ന പെൺകുട്ടിയെ അങ്കിരസാണ് വിവാഹം കഴിച്ചത്. ഹവിർഭൂ പുലസ്ത്യൻ വിവാഹം കഴിച്ചു. ആ വംശത്തിനെയാണ് പൗലസ്ത്യന്മാരെന്നൊക്കെ പറയണത്. അതിൽ പിന്നീട് ഗതി എന്ന മകളെ പുലഹൻ വിവാഹം കഴിച്ചു. ക്രിയയെ ക്രതു വിവാഹം കഴിച്ചു. ഈ ക്രിയയും ക്രതുവും കൂടിയിട്ട് അവർക്ക് ചെറിയൊരു ഫാമിലി, 60,000 മക്കൾ ഒക്കെ, അങ്കുഷ്ടം വലുപ്പമാണ്. അവർക്ക് മൊത്തത്തിൽ പറയുന്ന പേരെന്നറിയാം ബാലഖില്യന്മാരെന്നാണ്. ബാലഖില്യന്മാർ അരുണൻ്റെ ഒപ്പം സൂര്യരഥത്തിൽ ഇരുന്നിട്ട് ഭഗവാനെ ഉപാസിച്ചുകൊണ്ടിരിക്കലാണ് അവരുടെ പണി. അങ്ങനെ ഖ്യാതിയെ ഭൃഗു വിവാഹം കഴിച്ചു. ഖ്യാതിയെ. അരുന്ധതിയെ വസിഷ്ഠനും വിവാഹം കഴിച്ചു. അവസാന പുത്രി ശാന്തി എന്നാണ് അവളുടെ പേര്. അവളെ വിവാഹം കഴിച്ചത് അഥർവാവാണ്. അപ്പോൾ യാത്ര തുടങ്ങാൻ നിന്നപ്പോഴാണല്ലോ പറഞ്ഞത് അങ്ങേമാതിരി ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ നന്നായി എന്ന് പറഞ്ഞു. അപ്പോൾ കർദമന് ഉള്ളിൽ ഓർമ്മ വന്നു, ഭഗവാൻ വാക്ക് തന്നിട്ടുണ്ട്. എന്ത്? തൻ്റെ മകനായിട്ട് ജനിക്കാം, തൻ്റെ കുടുംബത്തിൽ ജനിക്കുന്നുണ്ട് എന്നങ്ങടെ അറിയിപ്പ് കിട്ടിയപ്പോൾ പിന്നെ പ്രതീക്ഷകളായി, അതിനുള്ള തയ്യാറെടുപ്പുകളായി എന്നാണ്. തയ്യാറെടുപ്പ് വളരെ പ്രധാനമാണ്. കുലത്തിന് അഭിവൃദ്ധി ചെയ്യുന്ന, സമൂഹത്തിന് താങ്ങാവുന്ന നെടുന്തൂണായ നിലയിലൊരു സന്തതി, ആ സന്തതിയുടെ പേരിൽ അഭിമാനിക്കപ്പെടാൻ ഉള്ളൊരു രീതി ഉണ്ടാകുന്നുവെങ്കിൽ അതിന് തക്കവണ്ണമുള്ള തപസ്സും ആത്മാർത്ഥതയും അച്ഛനമ്മമാരുടെ ഭാഗത്ത് ആദ്യമേ ഉണ്ടാവേണ്ടിയിരിക്കുന്നു എന്നാണ് തയ്യാറെടുപ്പ്. അതിനുശേഷം ശുഭമുഹൂർത്തത്തിൽ, തോന്നിയോണമൊന്നുമല്ല, നല്ല യാമങ്ങളിൽ, ഇപ്പോൾ ശനി ചൊവ്വ ദിവസങ്ങളിലൊന്നും ദമ്പതികൾ ആ ദാമ്പത്യത്തിൽ ഏർപ്പെടുന്ന രീതികളില്ല. അത് ശരിയല്ല എന്ന് പറയും. ഗ്രഹണ നാളുകൾ, വാവിൻ നാളുകളിൽ, ഇങ്ങനെയുള്ള വിശിഷ്ട തിഥികളിലും ഒന്നും നമ്മൾ ചില്ലിമുളം കാടുകളിൽ ലെല്ലെല്ലാം പാടരുത്. അപ്പോൾ ആ ഘട്ടത്തിലൊക്കെ ഉപാസനയ്ക്ക് അതിനെ ഉപയോഗപ്പെടുത്തുക. അതൊക്കെ കഴിഞ്ഞ് ആ കുഴപ്പമില്ലാത്ത ഒരു ശുഭതിഥിയും കരണങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥനയോട് കൂടിയിട്ട് സാത്വിക ആഹാരം കഴിച്ചിട്ടൊരു സത്സന്തതി ജനിക്കണം എന്ന നിലയിൽ ഭഗവാനോട് പ്രാർത്ഥിച്ച് ദാമ്പത്യത്തിൽ ഏർപ്പെടുമ്പോൾ അതിൽ ജനിക്കുന്ന കുഞ്ഞ് സത്സന്തതിയായിരിക്കും. പിന്നെ കുട്ടിക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ചില ഉപദേശങ്ങൾ, അത് ആ ഗർഭം ആയിക്കഴിഞ്ഞാൽ ആ ഭാഗം വരേണ്ട ആ സന്ദർഭത്തിൽ അതിനെപ്പറ്റി പറയാം. ഏതായാലും ഇവർ ആ തയ്യാറെടുപ്പോട് കൂടിയിട്ട് തപസ്യാരതരായിക്കൊണ്ട് പ്രതീക്ഷിച്ചിരുന്നു. പരമാവധി അറിയുന്ന മന്ത്രങ്ങളൊക്കെ ഉപാസിച്ചുകൊണ്ടും ചില മന്ത്രങ്ങൾ പുരച്ഛരണം ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടും ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ടും. അത് വളരെ പ്രധാനമാണ് കേട്ടോ. ചിലർക്ക് കൊല്ലിനേക്കാൾ കഷ്ടമാണ് കൊടുക്കുക പറഞ്ഞാൽ, അനുഭവിക്കില്ല, കൊടുക്കില്ല. അത് പാടില്ല. സമ്പത്തിൻ്റെ ഒരു പ്രത്യേക ഒരു സ്വഭാവം എന്താ വെച്ചാൽ, തിന്നും കുടിച്ചും അനുഭവിച്ചും കൊടുത്തും കഴിഞ്ഞില്ലെങ്കിൽ അത് അവനവന് ആപത്തിന് കാരണമാവും. ഏതെങ്കിലും ഒരാൾ അതിനെ നോട്ട് ചെയ്യും, എന്നിട്ട് പള്ള കയറിയിട്ടോ സൈഡ് ആക്കിയിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് ആ സംഗതി അന്യം വന്നു പോകും എന്നാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. കാര്യം ഈ സ്വത്ത് ലക്ഷ്മിയാണെങ്കിൽ പോലും കലിയുടെ അംശവും കൂടി അതിലുണ്ട് എന്നതുകൊണ്ട് അത് വളരെയധികം ഹാൻഡിൽ വിത്ത് കെയർ വളരെ പ്രധാനമാണ്. പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ജായതേ തൽശാന്തിർ ഔഷധേർ ഹോമേർ ജപ ദാന അർച്ചനാദിഭിഹി. ഇങ്ങനെയാണ് അതിൻ്റെ ക്രമം. പൂർവജന്മകൃതം പാപം, അന്യ ജന്മങ്ങളിൽ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള പാപങ്ങൾ
വ്യാധിരൂപേണ ജായതേ. ഏതെങ്കിലും തരത്തിലുള്ള വ്യാധി എന്ന് പറഞ്ഞാൽ അസുഖം എന്ന് മാത്രം അർത്ഥമല്ല കേട്ടോ. മനസ്സിന് തൃപ്തിയില്ലായ്മ, മനസ്സെപ്പോഴും ആവലാതിപ്പെടാനും വേദനിക്കാനും ഇടവരിക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഈ പാപങ്ങളുടെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. അങ്ങനെ വന്നു എന്ന് വിചാരിക്കുക, എന്താ ചെയ്യുക? അതിന് പരിഹാരമുണ്ട്. തൽശാന്തിർ, അതിൻ്റെ ശാന്തിക്ക് ആയിക്കൊണ്ട് ഔഷധേർ, ചില കാര്യങ്ങൾക്ക് ഔഷധ സേവ ചെയ്യാം. ഹോമേർ, ഹോമകാര്യങ്ങൾ ചെയ്യാം. കാരണം അഗ്നി പ്രത്യക്ഷ ഈശ്വരനായതുകൊണ്ട് അതിൽ സമർപ്പിക്കുന്ന അതിൻ്റെ കാര്യങ്ങളൊക്കെ ദേവന്മാർക്ക് പെട്ടെന്ന് കിട്ടും. ഹോമേർ. ജപം. ദാനം. അർച്ചനാദിഭിഹി, അർച്ചനാദികൾ. ഇങ്ങനെയാണ് അതിൽ പരിഹാരം കാണാം. ഓരോ ദാനങ്ങൾക്കും ഓരോ ഫലമാണ്. ക്ഷേത്രങ്ങളിലും ആശ്രമങ്ങളിലൊക്കെ വലിയ ബോർഡ് വെച്ചിട്ടുണ്ടാവുക, എന്താണ്? അന്നദാനം മഹാദാനം എന്നാ. തെറ്റൊന്നുമില്ല, വിശക്കണവർക്ക് അന്നം വേണം. പക്ഷേ ഈ ഇഡ്ഡലിയും ഇഷ്ടവും കഴിച്ചത് 12:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂപ്പരെഴുതി പോയി എന്നറിയില്ല. പിന്നെ എന്താ അങ്ങേര് നിർത്താത്ത ഗോവിന്ദനാമ സങ്കീർത്തനം പറയാത്തതെന്നാണ് ഇരിക്കണവരുടെ ഉള്ളിൽ ചിന്തി ഉണ്ടാവുക. അപ്പോൾ യാദേവി സർവഭൂതേഷു ഉരുള രൂപേണ സംസ്ഥിത. അപ്പോൾ ഉരുളയുടെ രൂപത്തിൽ വന്നിട്ടില്ലെങ്കിൽ സന്തോഷമാവില്ല. പക്ഷേ ഒരു വിദ്വാന് ഒരു വിദ്യ കിട്ടിയെന്ന് വിചാരിക്കാം, അത് പോകുമോ? പോകില്ല. കാരണം എന്താ? കൊണ്ടുപോകില്ല ചോരന്മാർ, കൊടുക്കും തോറുമേറിടും, മേന്മ നൽകും മരിച്ചാലും വിദ്യ തന്നെ മഹാദനം. കൊണ്ടുപോകില്ല ചോരന്മാർ, കള്ളന്മാർക്ക് കട്ടെടുക്കാൻ പറ്റില്ല. കൊടുക്കും തോറുമേറിടും, എത്ര കൊടുത്താലും അത് നമ്മളിൽ ആശയ തെളിച്ചം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇന്നലെ ദീപം കൊത്തുന്ന സമയത്ത് രാധാകൃഷ്ണേട്ടൊരു ചെരാത് കൊണ്ടുവരുന്നുണ്ട്. വേറെ 1-2 ഏട്ടന്മാർ വന്നു. അവർ ഓരോ മൂലയ്ക്ക് ഓരോന്ന് കൊളുത്തി. കുറേ കഴിഞ്ഞപ്പോൾ എന്തായി? എല്ലാ വിളക്കും കത്തി. അപ്പോഴും ആദ്യം കൊളുത്തിയ ചെരാതിലത്തെ ദീപത്തിന് കുറവ് വന്നോ? അല്ലേ, ആലോചിച്ച് നോക്കൂ. ഇതാണ് വിദ്യ. വിളക്ക് പോലെയാണ്. എത്ര വേണമെങ്കിലും പകർന്നോട്ടെ, ആ പകരപ്പെടുന്നതിനൊക്കെ അതിൻ്റെ ഐശ്വര്യവും ദീപ്തിയും കിട്ടുന്നതോടുകൂടി ഇവിടെ ഒന്നുകൂടി വർദ്ധിക്കുക എന്നല്ലാതെ കുറയില്ല. കൊളുത്തിയ ആൾക്ക് ഒരിക്കലും കുറവ് വരില്ല. കൊടുക്കും തോറുമേറിടും, ഇതാണ് അതിൻ്റെ ഭാഗം. അപ്പോൾ ഏറ്റവും നല്ല ദാനം എന്നത് വിദ്യാദാനമാണ്. ദാനയജ്ഞ തപസ്തീർത്ഥ സ്നാനം വ്രതഫലങ്ങളും ജ്ഞാനമജ്ഞർക്ക് ഏകുവതിൻ ഷോഡശാംശത്തോടൊത്തിടാ. ദാനം, യജ്ഞം, തപസ്, തീർത്ഥാടനം മുതലായ കാര്യങ്ങളൊക്കെ അജ്ഞാനികൾക്ക് ജ്ഞാനം കൊടുക്കുന്നതിൻ്റെ 16 പോലും വരില്ല. അപ്പോൾ ശ്രേഷ്ഠമായിട്ടുള്ള ദാനം എന്നത് എന്താണ്? ജ്ഞാനദാനം. പിന്നെയോ അന്നദാനം, ജ്ഞാനദാനം. സ്വർണ്ണദാനം ചെയ്യാം. കന്യകമാർക്ക്, വിവാഹം കഴിക്കാൻ വഴിയില്ലാതിരിക്കുന്ന ആളുകൾക്ക്, ആ കുട്ടികൾക്കൊക്കെ സ്വർണം കൊടുക്കുക എന്നുള്ളത് മനഃശാന്തിക്ക് ഉപകരിക്കുന്ന ഒരു ദാനമാണ് സ്വർണ്ണദാനം. ഉദര രോഗങ്ങൾക്ക് ശമനം കിട്ടുവാനും ശരീരപുഷ്ടിക്കും ഉപകരിക്കുന്ന ദാനമാണ് അന്നദാനം. പ്രശസ്തി മുതലായിട്ടുള്ള കാര്യങ്ങളെ നൽകുന്നു, ലഭിക്കുന്നു വസ്ത്രദാനത്തിലൂടെ. ആയുസ്സിന് ദൈർഘ്യം വരുന്നു പശുദാനത്തിലൂടെ. പിന്നെയോ ദീപം ദാനം, എണ്ണ കൊടുക്കുക, നെയ്യ് കൊടുക്കുക. വലിയ നെയ്യ് ഭഗവാനായിട്ടൊരു ബന്ധം വരാൻ സാധിക്കുന്നതാണ്. പരമാത്മതത്വത്തെ പ്രകാശിപ്പിക്കുന്നതിനും ഉപകരിക്കും നെയ്യ്. ഭസ്മം അഭിഷേകം ചെയ്യുന്ന ശിവക്ഷേത്രം, സുബ്രഹ്മണ്യ ക്ഷേത്രം മുതലായുള്ള സ്ഥലങ്ങളിൽ ഭസ്മം കൊടുക്കാം. അത് ആത്മാവിൻ്റെ പ്രതീകമായിട്ടാണ് ഭസ്മം. എന്താ കാരണം? മന്നവനാട്ടെ യാചകനാട്ടെ വന്നിടുമൊടുവിൽ വൻസിത നടുവിൽ. ഏത് കേമനാണെങ്കിലും അവസാനം എന്തായിട്ട് മാറണു? ഒരു പിടി ചാരമായിട്ട് മാറണു. ഈ ചാരത്തിൻ്റെ പ്രത്യേകത എന്താ? ചാരം കരിച്ചാലും ചാരം ചാരമായിട്ട് തന്നെ ഇരിക്കും. ഭസ്മം എത്ര ഉണക്കിയാലും ഭസ്മം എന്തായിട്ട് മാറുന്നു? ഭസ്മം ഭസ്മമായിട്ട് തന്നെ മാറുന്നു. പരിണാമമില്ലാത്തൊരവസ്ഥ, ആത്മാവിൻ്റെ ഭാവം. ഇതാണ് ഭസ്മത്തിൻ്റെ പ്രാധാന്യം. പക്ഷേ ശ്രേഷ്ഠമായ സാധനങ്ങളായിരിക്കണം കൊടുക്കേണ്ടത് എന്നാണ്. തനിക്ക് എങ്ങനെയുള്ളത് കിട്ടിയതാണോ അസുതനുണ്ടാവുക, അതേ തരത്തിലുള്ള ക്വാളിറ്റിയുള്ള സാധനങ്ങളായിരിക്കണം കൊടുക്കാനും നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോഴാണ് അതിൻ്റേതായിട്ടുള്ള ഫലം ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഏതായാലും അതിനുശേഷം ഒരു ശുഭതിഥിയിലും മുഹൂർത്തത്തിൽ കപിലവാസുദേവനായിട്ട് ഭഗവാൻ, കപിലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിമിന്നലിൻ്റെ ശോഭയോട് കൂടിയിട്ട് എന്നാണ് അർത്ഥം. അത്ര തേജസ്സോട് കൂടിയിട്ട് ഭഗവാൻ ആവിർഭൂതനായി അവതരിച്ചു. അപ്പോൾ ആ ഭഗവാന്റെ ആ വളർച്ചാകാലം ചെറിയൊരു സമയം വരെ
കർദമൻ കാത്തിരുന്നു. അതിനുശേഷം പത്നിയോട് തൊഴുതുകൊണ്ട് പറഞ്ഞു, പ്രിയേ, ഞാൻ നേരത്തെ തന്നെ ഞാൻ നിന്നോട് പറഞ്ഞതാണ്, ഉണ്ണി ആയി കഴിഞ്ഞാൽ ഞാൻ പോകുന്നു. അപ്പോൾ ഇനി നീ എന്നെ അനുവദിക്കണം, ഞാൻ ആത്മലാഭത്തിനായിക്കൊണ്ട് ഇറങ്ങട്ടെ എന്ന് പത്നിയോട് അനുവാദം വാങ്ങി കർദമ പ്രജാപതി തപസ്സിനായിക്കൊണ്ട് പോയി. അമ്മമാരുടെ ഒരു സന്തോഷം എന്താ? മക്കളെ എന്തു കൊടുത്താലും മതിയാവില്ല അല്ലേ? എങ്ങനെയാണ് കുന്നങ്കായ അങ്ങനെ ഉണക്കിപ്പൊടിച്ച് അത് ശരിയാക്കിയിട്ട് അതുകൊണ്ട് കൂളുണ്ടാക്കിയിട്ടും റാഗി കൊടുത്തിട്ടും ഓരോരുത്തർ പറഞ്ഞു പനങ്കൽക്കണ്ട് കഫം കെട്ടില്ല നല്ലതാണെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ പനങ്കൽക്കണ്ട് തനിയെ കൊടുക്കണ്ട, അതിലിട്ട് വരകിയാൽ മതി. അങ്ങനെ പനങ്കൽക്കട്ട് കൂട്ടിയിട്ട് വരകി കൊടുക്കുക. അതിൻ്റെ ഇടയിൽ ഒരാൾ പറഞ്ഞു, ഈ പൊന്നി സ്വർണം രുദ്രാക്ഷമൊക്കെ കൂട്ടിയിട്ട് അരച്ചു കൊടുത്താൽ നല്ലതാണ്, നല്ല തെളിച്ചുണ്ടാകും കുട്ടികൾക്ക് എന്ന് പറഞ്ഞു. അതാണല്ലേ ചിലരിങ്ങനെ വെളുത്തിരിക്കുന്നത്. അങ്ങനെ ശരിയായിക്കോട്ടെ. അപ്പോൾ അങ്ങനെ രുദ്രാക്ഷം സ്വർണം മുതലായുള്ള കാര്യങ്ങളൊക്കെ വരച്ചു കൊടുക്കുക. ഇങ്ങനെ ഈ ശാപ്പാടിൻ്റെ കാര്യങ്ങൾ അധികം ശ്രദ്ധിക്കുക എന്നല്ലാതെ കുട്ടിയെ പെട്ടെന്ന് വലുതാക്കി എടുക്കണം എന്നുള്ള നിലയിൽ പരിശ്രമിക്കുക എന്നല്ലാതെ കണ്ട് അമ്മയ്ക്ക് വലിയൊരു ആസക്തി പുത്രനായിട്ടുള്ള തന്നിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മമതാബന്ധം വർദ്ധിച്ചിട്ട് ലക്ഷ്യം നേടാൻ സാധിക്കാതെ നമ്മുടെ ആയുസ് പാഴായി പോകും എന്ന് മനസ്സിലാക്കിയുള്ള ഭഗവാൻ എന്ത് ചെയ്തറിയോ, 2-3 കൊല്ലക്കാലമൊക്കെ അങ്ങനെ സഹിച്ചു, ബാലാവസ്ഥ വരെ. അത് കഴിഞ്ഞപ്പോൾ കളിക്കാനായിട്ട് ഇറങ്ങണ കൂട്ടത്തിൽ വീട് വിട്ട് ഇറങ്ങിയ ആളിനെ കാണാനില്ല. അമ്മ വനത്തിൽ ചെന്ന് 4 ഭാഗവും തിരഞ്ഞ് അവസാനം വനത്തിലെത്തി. കുട്ടിയെ കാണാനില്ലല്ലോ. എന്താ ഇപ്പോൾ രാവിലെ കൂള് കഴിച്ച കുട്ടിയാണ്, മണി 11 കഴിഞ്ഞ് ഊണ് കഴിക്കാൻ കാണാനില്ല. കുട്ടി എവിടെ പോയി? ഉണ്ണി എവിടേക്കാണ് നീ പോയത്? കവില എന്ന് പറഞ്ഞ് വിളിച്ച് നടന്നു. അവസാനം ഒരു വൃക്ഷത്തിൻ്റെ ചോട്ടിൽ, ഒരു ആൽവൃക്ഷത്തിൻ്റെ ചോട്ടിൽ ആ സൂര്യൻ ഇങ്ങനെ ജ്വലിച്ചിരിക്കണ മാതിരി കണ്ടു. അപ്പോൾ അമ്മ ആലോചിച്ചു, ഭഗവാനെ, കന്യാകുമാരിയിൽ കടലിൽ നിന്നാണല്ലോ വരുന്നത്, പിന്നെ ചില സ്ഥലത്ത് പോകുമ്പോൾ മൂപ്പര് അട്ടപ്പാടിയിൽ നിന്ന് മലേൻ്റെ ഇടയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എങ്ങനെ ഇപ്പോൾ ഈ മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് മൂപ്പര് വരാനെന്നുള്ള നിലയിൽ നോക്കിയപ്പോൾ മനസ്സിലായി, സൂര്യനല്ല, സൂര്യനെ പോലെ ശോഭിക്കുന്ന തൻ്റെ പുത്രനാണ്. തൻ്റെ പുത്രനല്ല, തൻ്റെ പുത്രനായി വന്ന സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് എന്ന് മനസ്സിലായി. അങ്ങനെ ഹരേ എന്ന് പറഞ്ഞ് ഉണ്ണീന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കണതിന് പകരം ഭഗവാനെ അങ്ങോട്ട് നമസ്കരിച്ചു. തൊഴുതിട്ട് യാചനാപൂർവ്വം ചോദിച്ചു, ഭഗവാനെ, എൻ്റെ ബന്ധുക്കളാണ് എൻ്റെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് കരുതിയിട്ടേ ഞാൻ അവരെ പരിപോഷിപ്പിക്കുവാനൊക്കെ കുറച്ചൊക്കെ 8-10 മക്കളായില്ലേ എനിക്ക് അങ്ങടക്കം. അപ്പോൾ കുറേശ്ശൊക്കെ വെളുത്തു തുടങ്ങി. അപ്പോൾ പറഞ്ഞു, ദേവടുത്തി വെളുക്കുന്നുണ്ട് കേട്ടോ പറഞ്ഞപ്പോൾ ഞാനേ ബ്ലാക്ക് റോസ് കട്ടൻ ചായ കൂട്ടിയിട്ടൊക്കെ ഇങ്ങനെ ഇതിലിങ്ങനെ ബ്രഷിൽ ടച്ച് ചെയ്തിട്ടൊക്കെ ആക്കി കലക്കി ഉള്ളിലേക്ക് കഴിക്കാൻ പറ്റില്ല, പിന്നെയും വരുന്നത് വെളുത്തിട്ടാ. സ്പർശസുഖം അനുഭവിച്ചിട്ടും ത്വക്കിനും ഒരു പൂർത്തീകരണം തോന്നിയില്ല. വിവിധമായ രുചികളൊക്കെ അനുഭവിച്ചിട്ടും നാവിനും ഒരു എന്തോ ഒരു കുറവന്നെയാണ് ഉണ്ടാവുന്നത്. എനിക്കൊരു തൃപ്തി തോന്നണില്ല. എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ചോദ്യം വരണം അല്ലേ, ഉത്തരം ഉണ്ടാവണമെങ്കിൽ. ശരിയല്ലേ? ഇപ്പോൾ സുഭദ്രേൻ്റെ ഭർത്താവാണല്ലോ അർജുനൻ. കൃഷ്ണൻകുട്ടി തന്നെയാണ് സൈഡിൽ നിന്നതൊക്കെ ചാടിച്ചു കൊണ്ടുപോയതാ. മര്യാദയ്ക്ക് മുഹൂർത്തം നോക്കി കെട്ടിച്ചൊന്നും അല്ലല്ലേ, അങ്ങനെയൊക്കെയാണ് കാര്യം വരുന്നത്. പക്ഷേ മൈസൂർ പാക്കൊക്കെ ഇങ്ങനെ മുമ്പിൽ വെച്ച് മിശ്രം കൂട്ടി കഴിച്ചിട്ട് ചായ കുടിക്കുമ്പോൾ ഒരിക്കലെങ്കിലും, പാർത്ഥ അളിയോ ഒരു 200 പേജ് പുസ്തകം എടുത്തോളൂ, ഞാൻ കുറച്ച് ഗീത പറയാം. അങ്ങനെ പറഞ്ഞിട്ട് ഭഗവാൻ ഗീത പറയേണ്ടായിട്ടുണ്ടോ? മിണ്ടിയിട്ടില്ല. ശരിയല്ലേ? ആ കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധം അനിവാര്യമായിട്ടുള്ളൊരു ഘട്ടം വന്നപ്പോൾ ഗുരുജനങ്ങളും ബന്ധുക്കളും വല്യച്ഛനും അമ്മാമനും ഇങ്ങനെയുള്ള ആളുകളൊക്കെ ശത്രുസ്ഥാനത്ത് അണിനിരുന്നപ്പോൾ അവരെ തീർക്കാൻ കരുത്തില്ലായിട്ടല്ല, ഗാന്ധീവമുണ്ട്, പാശുപതമുണ്ട്, ദിവ്യങ്ങളായിട്ടുള്ള ആയുധങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കയ്യും കാലും കുഴഞ്ഞമാരിയായി, ധൈര്യം കിട്ടുന്നില്ല. ഞാൻ എന്താ ചെയ്യുക ഭഗവാൻ? എനിക്ക് ഒരു വഴിയും തെളിയില്ലല്ലോ, എന്നെ രക്ഷിക്കണം കേട്ടോ. ശാദിമാമും ധർമ്മസമ്മൂഢ ചേതഹ, ഞാൻ ധർമ്മസമ്മൂഢ ചേട്ടനായിരിക്കണോ? എൻ്റെ മനസ്സിലൊരു ആശയ തെളിച്ചും വരില്ല. ഞാൻ എന്താ ചെയ്യണത്? എന്നെ നയിക്കണം, രക്ഷിക്കണം എന്ന് ഭഗവാനോട് ആവശ്യപ്പെട്ടപ്പോൾ അനന്യാ ചിന്തയന്തോ മാ യേ ജനാപര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അനന്യാ ചിന്തയന്തോ മാ, നീ ചിന്തകളൊക്കെ മാറ്റിവെക്കുക. നീ വിചാരിച്ചു നീ അത് ചെയ്യണമെന്ന് അല്ലടോ. നീ വെറും കാരണം മാത്ര, നീ വെറും ഓടാ. നിൻ്റെ ഉള്ളിൽ ശക്തിയായും തേജസ്സായും വിദ്യയായും ബുദ്ധിയായിട്ടും ധാരണയായിട്ടും സ്മൃതിയായിട്ടും ഒക്കെ വിളങ്ങുന്നാരാ? ഞാൻ തന്നെയാണ്. ഞാനാണിതൊക്കെ ചെയ്യിക്കണത് കേട്ടോ. നീ എല്ലാം എന്നിൽ സമർപ്പിച്ചിട്ട് ഒരു കർത്തവ്യം എന്ന നിലയിൽ നീ ഇതൊക്കെ അങ്ങോട്ട് അഭിനയിച്ചോളൂ, ചെയ്തോളൂ, ഞാനുണ്ടാവും എന്ന്
അദ്ദേഹം പറഞ്ഞു. പിന്നെയാണ് ധർമ്മക്ഷേത്രയെ കുരുക്ഷേത്രയെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കാര്യങ്ങൾ അങ്ങനെ ആരംഭിച്ചു പോകുന്നത് പറയുക. അപ്പോൾ ചോദ്യം വരണം, ഉത്തരം ഉണ്ടാവണമെങ്കിൽ. അദ്ദേഹം പറഞ്ഞു, അമ്മേ, ജീവിതം എന്നത് 2 രീതിയിലാണ്. ഒന്ന് ആധ്യാത്മികം, 2 ഭൗതികം. ആധ്യാത്മികത്തിന് ചെറിയ പരിശ്രമം വേണ്ടൂ, പക്ഷേ അതങ്ങോട്ട് തോന്നില്ല. ഭൗതികത്തിന് കുറേയധികം പ്രയത്നങ്ങൾ വേണ്ടിവരും. അപ്പോൾ ഇത് പറയുമ്പോൾ ഒരു കഥ ഓർമ്മ വരികയാണേ. നമ്മുടെ നാട്ടിൽ ഈ ചെറുപ്പത്തിൽ കുറച്ച് കുരുത്തക്കെട്ട് കാട്ടിയ ആളുകളൊക്കെ വീട്ടിൽ നിന്ന് പിണങ്ങിയിട്ടും മറ്റുമൊക്കെ പോയിട്ട് പട്ടാളത്ത് ചേരും. കുറേ കാലം മുമ്പ് കിട്ടും, ഇപ്പോഴൊക്കെ വലിയ വേണം. അങ്ങനെ ഒരു വിദ്വാൻ പട്ടാളത്ത് പോയി ചേർന്നു. അദ്ദേഹം ലീവിന് വരുന്നുണ്ടെന്ന് കേട്ടോ. അനിയൻ നാട്ടിലുണ്ട്. അപ്പോൾ ഈ കമ്പി അടിച്ചു വന്നു, ഒലോക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് വരണം. അപ്പോൾ ഇവന് ഈ അവിയൽ വലിയ ഇഷ്ടമാണ്. അപ്പോൾ നാരായണക്കുട്ടി വരുന്നുണ്ട്. ഡാ കുട്ടാ, നീ പോയിട്ട് ഇത്തിരി അവിയലിൻ്റെ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ കണ്ണൻ്റെ പച്ചക്കറി കടയിൽ പോയി വാങ്ങിയിട്ട് പോകാമെന്ന് മകനെ പറഞ്ഞു. ഇവൻ അച്ഛൻ ഉപയോഗിച്ച ഒരു ഹെർക്കുലീസ് സൈക്കിളുണ്ട്, അതിൻ്റെ സിമ്പിൾസൊക്കെ പോയിട്ടുണ്ട്. ഈ ഉപാധികൾ വയ്ക്കാത്ത ഈ സ്നേഹം ഉണ്ടല്ലോ, ഇതാണ് ഭക്തി. അപ്പൊ കർമ്മം ഭക്തി. യോമൗലിസ്ഫുരൽ താരാനായകശേഖരാം സ്മിതമുഖീം ആപീനവക്ഷോരുഖാം പാണിഭ്യാമളിപൂർണരത്നശകം രക്തോൽഫലം ബിഭ്രതീം സൗമ്യാം രത്നകടസ്ഥ രക്തചരണാം ധ്യയേ പരാം അംബികം. ഒരു സ്ഥലത്ത് നമ്മൾ യജ്ഞം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വിദ്യാഗോപാല മന്ത്രാർച്ചന ചെയ്തു. ടീച്ചർമാരും ഇരുന്നു, കുട്ടികളും ഇരുന്നു, അച്ഛന്മാരും ഇരുന്നു, അമ്മമാരും ഇരുന്നു. കസേരയിൽ ഇരുന്നിട്ടും കുറച്ച് പേര് ഇരുന്നു. എല്ലാവർക്കും പുഷ്പം കൊടുത്തു. കുറേശ്ശെ പുഷ്പമേ ഉള്ളൂ, പുഷ്പം കിട്ടാത്ത സമയമാണ്. അതുകൊണ്ടൊരു കാര്യം ചെയ്തോളൂ, മാനസ പുഷ്പങ്ങളെ കൊണ്ട് സങ്കല്പിക്കാം. ഉള്ളത് 2 വിരലും കൊണ്ട് കുറേശ്ശെ ഇടാൻ. കുറച്ച് അക്ഷതവും കൊടുത്തിട്ടുണ്ട്. വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്തു. ആ നട്ടലിൽ നിവർന്നിരിക്കാൻ പറഞ്ഞു. ഭഗവാനെ അംഗോപാംഗം ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞു. കൂടുതൽ ആളുകൾക്ക് ഇഷ്ടം കൃഷ്ണനെയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ, തൃക്കാൽ 2 പിണച്ച് ആ തിരുമുഖ കമലം ദക്ഷിണേ ചാച്ചുവെച്ചും തൃക്കൈയിൽ കാഞ്ചനോടക്കുഴലുമത പിടിച്ചൂതി മെല്ലെ ചിരിച്ചും തക്കത്തിൽ പീലി ചാർത്തി കരിമുകിൽ വടിവം പൂണ്ടു നിൽക്കും മുകുന്ദൻ നൽകാരുണ്യേന മമ ഹൃദി കളിയാടിയിടുവാൻ കൈ തൊഴുന്നേൻ കൃഷ്ണ. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞാത്വം പ്രസീതമേ രമാരമണ വിശേഷ വിദ്യാമാശു പ്രേജ. 36 ചൊല്ലാം, 1-2 എക്സ്ട്രാ ചെല്ലാം കേട്ടോ എന്ന് അവസാനം കായേന വാച ചെല്ലാം എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് നമ്മളും ഒരു അനുഭൂതിയിൽ ലയിച്ചു പോയി. കണ്ണ് തുറന്നിട്ട് ഇരുന്നിട്ട് കായേന വാച മനസേന്ദ്രിയ അറിവൊക്കെ ചൊല്ലിക്കൊടുത്തു. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ്, എന്താ അറിയോ, ആരും അർച്ചന ചെയ്തിട്ടില്ല. ഒക്കെ എന്താ കാരണം? അഹർനിശമാത്മാവിലവനെയോർത്തിരുന്നു പോയി കരുതിയിൽ ഒരു പിടി അവിൽ പോലും ഞാൻ വരുന്നേരമൊരു വസ്തു കരുതാതെ മരുവുകിൽ കരുണാമയൻ കൃഷ്ണനെന്തു തോന്നും. അക്രൂരൻ ഭഗവാനെ കാണാൻ പോയിട്ടുള്ള രംഗങ്ങളൊക്കെ പലതും മനസ്സിൽ ഭാവന ചെയ്തിട്ട് അങ്ങനെ ഇരുന്നു. കിലുകിലെ നടയും നറുപുഞ്ചിരിയും കരുണാമൃതരസം ഒഴുകും മിഴിയും കരളിൽ കണികൾ ഡഴലാർന്നീടാൻ വരുമോ കുവലയ നയന കൃഷ്ണ. അങ്ങനെയിരുന്നു. സത്യത്തിൽ പൂജ അതാവില്ലേ സഫലമായത്? ഇനിയൊരു കാര്യം ചെയ്തോളൂ, ആളുകളെ ബോധിപ്പിക്കാനും മറ്റുമൊക്കെ ആയിട്ട് ആ പുഷ്പം എടുത്തൊരു 3 തവണ അർച്ചന ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 3 തവണയും കൊണ്ട് ആ പൂവൊക്കെ പാടുകൂടി വാരിയിട്ട് മതിയെന്ന് പറയണേ. അപ്പം ആ ഒരു ലയം, യോഗം, ജ്ഞാനം, അത് വലിയൊരു പടിയാണ്. എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ അന്തരാർത്ഥത്തെ മനസ്സിലാക്കുക.
എല്ലാമായി തീർന്നിരിക്കുന്നത് എന്തെന്നറിയാം. പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും. ജഡവസ്തുക്കളിലും ആത്മാവായിരിക്കുന്നത് ഭഗവാനാണ് എന്ന് അറിയുക. ഒരു ഇഷ്ടിക എടുത്ത് പൊട്ടിച്ചാൽ ഇഷ്ടിക പൊട്ട്, ആ ഇഷ്ടിക പൊട്ടിനെ ഒന്നുകൂടി പൊടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടിക പൊടി. അതിനെ ഒരു വളരെ ശക്തമായിട്ടുള്ള ലെൻസുള്ളൊരു സൂക്ഷ്മദർശിനിയിലൂടെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ആ പൊടിയിൽ ചെറിയ ചലനങ്ങളുള്ള കണങ്ങൾ കാണാൻ, കോർക്ക് പാർട്ടിക്കിൾസ്, പരമാണുക്കൾ, അവ ചലിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. വെറുതെ നിന്നവിടെ നിന്നിങ്ങനെ പ്രകാശിക്കുക. പക്ഷേ അനുപ്രസ്ഥ രൂപത്തിലോ അനുദൈർഘ്യ രൂപത്തിലോ അവ ചലിക്കുന്നില്ല, നിന്നവിടെ നിന്നിട്ട് അങ്ങനെ പ്രകാശിക്കുന്നു. കാരണം പ്രകാശമില്ലാത്തതായിട്ട് ഒന്നുമില്ല. സത്യത്തിൽ ആ പ്രകാശം ആരാ? ആ പ്രകാശം പരമാണു. അപ്പോൾ ഈ പരമാണുക്കളെ കൊണ്ടാണല്ലേ ഇത് മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്നിലുള്ളതോ അതന്നെ. അപ്പോൾ എങ്ങനെയത്? അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിന് കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്ത് ഹരിനാരായണായ നമഃ. അപ്പോൾ ഇതന്നെയാണല്ലേ ഗീതയിൽ പറഞ്ഞത്. എന്ത്? ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. അപ്പം എല്ലാം ആയിരിക്കുന്ന ആരാണ്? അവിടുന്ന് തന്നെയാണ് എന്നുള്ള ബോധം ഉറച്ചു കഴിഞ്ഞാൽ ഭേദബുദ്ധി ഉണ്ടാവുന്നില്ല, വൈരാഗ്യം ഉണ്ടാവണില്ല. എല്ലാം തൻ്റെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടിയിട്ട് എന്ന് മനസ്സിലാവും. അപ്പോൾ ആനന്ദം ഉണ്ടാവും. ഇങ്ങനെ അതിലെല്ലാത്തിലും എളുപ്പമാണ് ആ ഭക്തിയോഗം എന്ന് പറയണം. അങ്ങനെ ചോദിക്കണം. എന്തറിയോ അമ്മയോട്? വിശ്വാസമാകുന്ന പായയുണ്ടൊന്നത് മിക്കതും ജീർണിച്ച മട്ടിലായി വള്ളത്തിനുള്ളിൽ കയറുകയാണമ്മേ, വെള്ളം തടുത്തിട്ടു നിൽക്കുന്നില്ല. എന്താണു ഞാനിനി ചെയ്യേണ്ടതെന്ന് ചൊല്ലിത്തരണമേ സ്നേഹപൂർവം. അന്ധകാരമൊന്ന് മാത്രമാണിന്നു ഞാൻ അന്ധദർശിപ്പത് ചുറ്റുപാടും. ഓളങ്ങളിൽ പെട്ടു നീന്തി നീന്തി നിന്റെ നാമമാം തോണിയിൽ തൂങ്ങി നിൽക്കാം അമ്മേ, നാമമാം തോണിയിൽ തൂങ്ങി നിൽക്കാം. സംസാരമാകും മഹാബേലന്നമ്മേ, മുങ്ങുകയാണമ്മേ മുങ്ങുകയായി. ഉപേക്ഷ വയ്ക്കരുത് എന്ന് അപേക്ഷ വയ്ക്കുക. ഉപേക്ഷ വയ്ക്കരുത് എന്ന് അപേക്ഷ വയ്ക്കുക. അപ്പോൾ ഇതായി ഭഗവാന് ബാധ്യതയായി എന്ന് പറയണം. സ്നേഹത്തോടു കൂടിയിട്ട് എന്തു കൊടുത്താലും എന്തൊക്കെയാണത്? പത്രം, പുഷ്പം, ഫലം, തോയം യോ മേ ഭക്തിയാ പ്രയച്ഛതി. യോ മേ ഭക്തിയാ പ്രയച്ഛതി. ഭക്തി മാത്രം ഉണ്ടായാൽ മതി അമ്മേ. ഭക്തിയുണ്ടായാൽ വിദ്യാഭ്യാസമില്ലെന്നായാലും മുക്തിയെ ലഭിപ്പതിനെത്രയും എളുതല്ലോ. ഭക്തിയുണ്ടായാൽ വിദ്യാഭ്യാസമില്ലെങ്കിലും മുക്തിയെ സാധിക്കുന്നതിന് വളരെ എളുപ്പമാണ് എന്നും കൂടി പറഞ്ഞു കൊടുത്തു. അതിനുശേഷം അഷ്ടാംഗ യോഗത്തെപ്പറ്റി ചെറുതായിട്ട് സൂചിപ്പിച്ചു, സാധകന്മാർക്ക് വേണ്ടിയിട്ട്. ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അമ്മേ, ഞാനൊന്ന് ഓടിച്ചു പറയാം. യമം എന്താണ്? യമം അഹിംസ, സത്യം, അസ്തേയം, അപരിഗ്രഹം, ബ്രഹ്മചര്യം. 5 വിഭവങ്ങൾ. അഹിംസ, ഒന്നിനെയും വധിക്കാതിരിക്കുക. ജീവജാലങ്ങളെ കൊല്ലുക എന്ന് മാത്രമല്ല, വേസ്റ്റ് ചെയ്യുന്നത് പോലും ഹിംസയാണ്. ഒരു 4 ആൾ ഊണിനുണ്ടെങ്കിൽ 4 or 5 ഇല മുറിക്കാം. ഒരു 60 ഇല കൊടുന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള വാടി കരിച്ച് കളയാന്ന് പറഞ്ഞാൽ അത് ഹിംസയാണ്. പാടില്ല, ദുർവ്യയം ചെയ്യാൻ പാടില്ല ആണ്. പിന്നെയോ അഹിംസ, സത്യം. സത്യം 3 ഭാവത്തിലും വേണം. ചിന്തയിലും വേണം, വാക്കിലും വേണം, കർമ്മത്തിലും വേണം. അസ്തേയം, കളവ്, സ്ഥേനനാവാതിരിക്കുക. നമ്മുടേതല്ലാത്തൊരു സാധനം നമ്മുടെ വളപ്പിൽ വന്നാൽ കുട്ടി എന്താ അതിപ്പോൾ എങ്ങനെ ഇപ്പോൾ അത് വന്നത് എന്ന നിലയിൽ ചോദിച്ചത് അത് സ്വീകരിക്കരുത് പറയണം. കാരണം അതിലൊക്കെ പ്രാരബ്ധങ്ങൾ വരും, ദുരിതങ്ങൾ വരും. അപ്പോൾ കളവില്ലാത്തൊരവസ്ഥ. അപരിഗ്രഹം, ബ്രഹ്മചര്യം. ബ്രഹ്മചര്യം എന്നത് ആ വിഷയബന്ധമില്ലാതിരിക്കൽ മാത്രമല്ല, നിഷ്ഠയോടുകൂടിയുള്ള ജീവിതം, ഈശ്വരോന്മുഖമായിട്ടിരിക്കുക,
പഞ്ചയജ്ഞങ്ങൾ ചെയ്യുക, സൽസന്തതിക്ക് വേണ്ടി പ്രയത്നിക്കുക, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരും. പിന്നെ തപസ്, ശൗചം, സ്വാധ്യായം, ഈശ്വരപ്രണിധാനം. തപസ്, ജപത്തിൽ നിന്ന് തപം. തപം എന്ന് പറഞ്ഞാൽ ശരിക്കും ചൂടാണ്. ശരീരത്തെ ക്ലേശിപ്പിച്ചുകൊണ്ട് ശരീരത്തിൻ്റേതായിട്ടുള്ള ആ സുഖലോലുപത വെടിഞ്ഞുകൊണ്ട് സാഹചര്യങ്ങളെ ത്യാഗപൂർണം, സ്നേഹപൂർണം ഉൾക്കൊള്ളാൻ പരിശ്രമിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നത് ഒരു തപസ്സിൻ്റെ ഭാഗമാണ്. പിന്നീട് കൃച്ഛചാന്ദ്രായണ വ്രതം എന്നൊക്കെ തപസ്സിൽ വരും. ചന്ദ്രൻ 15 ദിവസം കൂടുമ്പോഴാണ് ചന്ദ്രൻ ഉണ്ടാവുക. അപ്പോൾ പൗർണമി ദിവസം ഒരു 15 ഉരുള ചപ്പാട് കഴിക്കാം, കുഴപ്പമില്ല എന്ന് പറയും. പിറ്റേ ദിവസം ഒരു കല കുറയും. പിന്നെ അമാവാസിയിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഒരു ഉരുള എണ്ണം കുറയ്ക്കുക. മനസ്സിലാവുണ്ടല്ലോ അല്ലേ? അപ്പോൾ എത്ര ഈ 15 1 പോയി എത്ര ഈ 14, 13, 12, 11, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. അമാവാസി ദിവസം പൂർണ്ണമായിട്ട് ആഹാരം ഉപേക്ഷിക്കുക. പിറ്റേ ദിവസം പ്രഥമയ്ക്ക് വീണ്ടും 1, 2, അങ്ങനെ ഉരുളകളുടെ എണ്ണം വ്യത്യാസപ്പെടുത്തുക. ഉരുളകളുടെ എണ്ണം കുറയുമ്പോൾ വണ്ണം കൂട്ടാനൊന്നും പാടില്ല, ഒരേ വണ്ണേ പാടുള്ളൂ. ഇതിന് പറയുന്ന ഉപാസനാ രീതിയാണ് കൃച്ഛചാന്ദ്രായണ വ്രതം. ക്രമമായിട്ട് ശരീരത്തെ നമ്മൾ പക്വപ്പെടുത്തുക, മനസ്സിനെയും പക്വപ്പെടുത്തുക. പരമാവധി മൗനമായിട്ട് ജപം ശീലിക്കുക. ഈ ജപപൂർത്തിക്കായിക്കൊണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിനൊക്കെ മിഴിവ് കൂടും. ഇങ്ങനെ തപസ്, സ്വാധ്യായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ച സാധനങ്ങളൊക്കെ മനനം ചെയ്യുക. അർത്ഥബോധത്തോടുകൂടി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അർത്ഥം പുതിയത് സ്ഫുരിച്ചുകൊണ്ടിരിക്കും. കാരണം എല്ലാവരുടെ ഉള്ളിലും അറിവിൻ്റെ നിറവുണ്ട്. ചെറിയൊരു മായ മൂടിയതുമാതിരി, ആ സ്വച്ഛശീതളമായ ജലത്തിൻ്റെ മേലെ ആ പായൽ മൂടിയതുമാതിരി മൂടിയിരിക്കുകയാണ്. അതിലൊരു പരിശ്രമം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആ പായലിനെ മാറ്റി എന്തായി? ആ ശീതളിമയും ഉള്ളും തെളിയും എന്നുള്ള കാര്യം പരമാർത്ഥമാണ്. ഈശ്വരപ്രണിധാനം, ഭഗവാന് വേണ്ടിയിട്ട് എല്ലാം ഭഗവാനാണെന്നുള്ള നിലയിൽ ജീവിക്കുക. ഭഗവാൻ ഇപ്പോൾ ഒരു ചെടി നട്ടു എന്ന് വിചാരിക്കുക. ആ ചെടി ഇങ്ങനെ പുഷ്പം വിരിയുന്നത് പ്രതീക്ഷിക്കുക, മനസ്സിൽ ഭാവനയിൽ കാണുക. കേടും ഒന്നുമില്ലാത്ത, കെടുക്കൊന്നുമില്ലാത്ത നിലയിൽ ആ പുഷ്പം വിരിഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധമായിട്ട് അതിനെ പറിച്ചിട്ട് നല്ലൊരു ഇലയിൽ ഒരു കുമ്പിള് കുത്തിയിട്ട് അതിനെ ഭഗവാന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ആ സമർപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അല്ലേ? അങ്ങനെ ആസ്വദിച്ചുകൊണ്ട് എല്ലാം ഭഗവാന് വേണ്ടിയിട്ട്. ഇനി ഒരു അതിഥി വീട്ടിൽ വന്നാലും ഭഗവാൻ ഈ ഒരു കോലത്തിൽ വന്നിരിക്കണമെന്നുള്ള നിലയിൽ വേണം അദ്ദേഹത്തിനെ ശുശ്രൂഷിക്കാൻ. ഇതൊക്കെ അങ്ങനെയാണ് ചെയ്യണം. പിന്നെ ആസനം, അതൊരു പ്രധാന വിഷയം. ഇരിപ്പുറക്കില്ല ചിലർക്ക്. കുറച്ച് നേരം ഇവിടെ ഇരിക്കും, പിന്നെ അപ്പുറത്ത് പോയി പാൻ അവിടെ തോന്നുന്നു കുട്ടിയെ തൊട്ട് നേരെ പാൻ്റെ ഇങ്ങോട്ട് പോയി, പിന്നെ കുറച്ച് അങ്ങോട്ട് പോയി അങ്ങനെ ഇല്ലാതെ കണ്ട് ഇരുന്ന ഇടത്ത് ഒരു 3 മണിക്കൂറെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചലനമില്ലാതെ ഇരിക്കാൻ സാധിച്ചാൽ ആസനസിദ്ധി എന്നാണ് പറയുക. ആ വ്യക്തിക്ക് കറങ്ങുമെന്നും വേണ്ട, ഇരുന്നിട്ട് സങ്കല്പിച്ചിട്ട് വരുത്താൻ പറ്റുണ്ടോ? അങ്ങനെ ഒരു കാര്യമുണ്ട്. ആസനസിദ്ധി വന്നു കഴിഞ്ഞാൽ അങ്ങേര് കാര്യമായിട്ട് പണിയെടുക്കണ്ട, ഇരുന്നിട്ട് എന്തെങ്കിലും ഉദ്ദേശിച്ച സംഭവം പുള്ളിയുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരും. അപ്പോട്ടിനെ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞാൽ അപ്പോട്ട മൂപ്പര മുമ്പിലേക്ക് ഇങ്ങോട്ട് വരും. അപ്പോട്ടിനെ തേടി നടക്കണ്ട. ഒരു സിദ്ധിയുടെ ഭാഗമാണ്. അപ്പോൾ ആസന ഇരിപ്പുറയ്ക്കുക, ചലനമില്ലാതിരിക്കുക എന്നാണ്. കാരണം ഈ ശരീരം ചലിക്കുമ്പോൾ അതിനനുസരിച്ച് മനസ്സ് ഓടിക്കൊണ്ടിരിക്കും. അതിനാണ് സഹസ്രനാമങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. എന്തിനാണ്? സുഖമായിട്ടൊരു ഭാഗത്തിരുന്നിട്ട് ഉപാസിക്കാനായിട്ട്. പിന്നെ പ്രാണായാമം. ഒരു സാധാരണ ശരാശരി ആരോഗ്യമുള്ളൊരു വ്യക്തി 21,600 തവണ ശ്വാസനിശ്വാസങ്ങൾ ചെയ്യും. എത്ര കൂടുതൽ ശ്വാസം എടുക്കുന്നുവോ അത്രയും കുറഞ്ഞ ആയുസ്സും ബുദ്ധിയും ഉണ്ടാവും. എത്ര കുറവ് ശ്വാസനിശ്വാസം ചെയ്യുന്നുവോ അത്രയും കൂടിയ ആയുസ്സും ബുദ്ധിയും ഉണ്ടാവും. മനസ്സിലാവുണ്ടോ? എന്ത് സ്പീഡിലാണ് പട്ടികൾ ശ്വാസനിശ്വാസം ചെയ്യുന്നത്? വളരെ ചുരുങ്ങിയ ആയുസ്സേ അവറ്റയ്ക്കുള്ളൂ. ആമ, മുതല, പാമ്പ്, ഈ ജീവന്മാർക്ക് ആയുസ് കൂടുതലാണ്, ആരോഗ്യവും സൂത്രവും കൂടുതലാണ്. എന്താ കാരണം? ശ്വാസഗതി എന്നാണ്. സാത്വികനായിട്ടുള്ളൊരു വ്യക്തി എപ്പോഴും ശാന്തനായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഹൃദയതാളം വളരെ ക്രമമായിരിക്കും. പ്രാണായാമങ്ങളിലൂടെ, സഹസ്രനാമാദികളിലൂടെ, ആ ചിന്തകളുടെ സാത്വികതയിലൂടെ നമുക്ക് ഹൃദയതാളത്തെ ക്രമീകരിക്കുവാൻ സാധിക്കും. അതിനനുസരിച്ച് ശ്രേഷ്ഠമായ ബുദ്ധിയുമുണ്ടാവും, ശ്രേഷ്ഠമായ ആയുസ്സും സാധിക്കും. ടെൻഷൻ അടിച്ച് ഓടിപ്പാഞ്ഞ് ബേജാറായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ നേരത്തെ ഊണും കഴിക്കില്ല, എന്നിട്ട് ഓട് തന്നെ 3:30 മണി കഴിഞ്ഞു, ചായ കുടിക്കാൻ 4 മണി അവിടെ, ഞാൻ ഊണ് കഴിച്ചിട്ടില്ല എന്നാണ് പറയുക. ഈ സമ്പാദിക്കുന്നത് മുഴുവൻ ഊണിനാന്നാ വെപ്പ്. പക്ഷേ 3 മണിയായിട്ടും 4 മണിയായിട്ടും ചാപ്പാട് കഴിച്ചിട്ടില്ല. അവസാനം എന്തായി? അൾസറോ മുതലായിട്ടുള്ള അസുഖങ്ങൾ എന്തെങ്കിലും വരണോ? ഉണ്ടാക്കി കൂട്ടിയ കാശ് മുഴുവൻ എന്തിന് ചിലവാക്കണോ? ആരോഗ്യം നന്നാക്കാൻ, കേട് തീർക്കാൻ ചിലവാക്കണോ?
ചിന്തിക്കേണ്ട ഭാഗമാണ്. അപ്പോൾ ഉണ്ടും ഉറങ്ങി സുഖമായിട്ട് കഴിഞ്ഞു കൂടണം, ഇല്ലെങ്കിൽ ഇതൊക്കെ നമ്മളിൽ നിന്ന് നഷ്ടം വരും എന്ന് പറയണേ. അതിസാമകൃത്യങ്ങളൊന്നും കാണിക്കേണ്ട. അപ്പോൾ ചന്ദ്രനഗറിൽ നമ്മളെപ്പോഴും ഉദാഹരണം പറയും, ഒരു ഷെട്ടി വംശത്തിലാണെന്ന് തോന്നുന്നുണ്ട്, ഒരു ഗ്രൂപ്പുണ്ട്, ഒരു കൂട്ടുകുടുംബമായിട്ട് കഴിയുന്ന ആളുകളാണ്. അവർക്കൊരു പെട്രോൾ പമ്പും ഉണ്ട്, ഒരു ഹാർഡ്വെയർ ഷോപ്പുണ്ട്, പെയിൻറ്റ് കടയ്ക്കുണ്ട്. പെട്രോൾ പമ്പിൽ പോയി കഴിഞ്ഞാൽ പെട്രോൾ അടിക്കണമെങ്കിൽ ഷീട്ട് എടുത്തിട്ടൊക്കെ വേണം. ക്രമമായിട്ടേ ദേഷ്യമുള്ളവർ പെട്ടെന്ന് പോവും. പക്ഷേ അവിടുത്തെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണെന്ന് പറഞ്ഞിട്ട് കാത്തിരുന്നിട്ട് വാങ്ങുന്ന ആളുകളുണ്ട്. പെയിൻറ്റിലൊക്കെ തന്നെ നല്ലൊരു വീട് പണിക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു 8-10 ഉറുപ്പിയുടെ വ്യത്യാസം വരുന്നതുകൊണ്ട് അവിടെ വരി നിന്നിട്ട് വാങ്ങുന്ന ആളുകളുണ്ട്. അവർക്ക് വേണമെങ്കിൽ 5-8 ബ്രാഞ്ച് ഓരോ ജില്ലകളിലും തുടങ്ങാം, അതിനുള്ള ആസ്തിയുണ്ട്, കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ തുടങ്ങില്ല, അത് മതിയെന്നാ. കാരണം എന്താ, താക്കോലിൻ്റെ എണ്ണം കൂടുന്തോറും സമാധാനം കൂടുകയാണോ കുറയണോ ചെയ്യുക? ബ്രാഞ്ചസ് കൂടുന്തോറും സമാധാനം കുറയും. എന്തെന്നെയാണെങ്കിലും ചെറിയൊരു അളവന്നെ നമുക്ക് അകത്തേക്ക് പെടുത്തുണ്ടു. ഉള്ളതിൽ തൃപ്തനായി കഴിഞ്ഞാൽ സൗഖ്യമുണ്ടാവും, ആയുസ് വർദ്ധിക്കും, ബുദ്ധിയും നന്നാവും. ഇതാണ് പ്രാണായാമം, പ്രത്യാഹാരം. ആഹാരത്തിന് വേണ്ടിയിട്ട് ജീവിക്കാതിരിക്കുക, ജീവിക്കാൻ വേണ്ടിയിട്ട് ആഹാരം ആവാം. ധാരണ, എന്ത് ചെയ്യുമ്പോഴും എന്താണ് ചെയ്യണമെന്നുള്ളതിനെ പറ്റി ധാരണയുണ്ടാവണം. രാത്രി പാതിരാവുന്നവരെ നിൽക്കേണ്ട വെച്ചൊക്കെ രാവിലെ ഒരു കാര്യമുണ്ട്, ഒന്ന് പാലക്കാട് പോകണം കേട്ടോ, കിടന്നോ എന്ന് പറഞ്ഞു അച്ഛൻ. രാവിലെ എണീച്ചു, പല്ല് തേക്കുമ്പോൾ വെളുക്കനൊരു സാധനം ഇങ്ങനെ പോണു കണ്ടു. അപ്പോൾ കല്യാണി രക്ഷത്തിന് കൊടുത്തില്ല അല്ലേ അമ്പലത്തിൽ? രക്ഷസല്ല, ചെക്കൻ പോയതാണെന്ന് പറഞ്ഞു. എന്തിനാ പോയിന്ന് ചോദിച്ചില്ല, പറഞ്ഞില്ല. ഒരു 8-9 മണിക്ക് വെള്ളച്ചോറ് കൊണ്ടുമ്പോൾ ചെക്കൻ വന്നു. ഇടാ നിന്നെ കൊണ്ട് ഇന്നലെ പറഞ്ഞില്ലേ ഞാൻ പാലക്കാടൊന്ന് പോകണം പറഞ്ഞിട്ട്, ഞാൻ പോയി വന്നു പറഞ്ഞു. വല്ല കാര്യമുണ്ടായോ? അപ്പം എന്ത് ചെയ്യുമ്പോഴും എന്താണ് എന്തിനാണ് എന്ന് ഒരു ധാരണ, ഒരു ഭാവന ഉണ്ടാവണം. ഈ ധാരണയും ഭാവനയും ഇല്ലെങ്കിലും ചെയ്യുന്ന കർമ്മങ്ങൾ എന്തായി പോവും? വാഴായി പോവും. ചില കാരണന്മാർ പറയുന്നത് കേട്ടിട്ടില്ലേ, വാഴ വെച്ചാൽ മതിയായിരുന്നു സ്വാമി. എന്താ കാര്യം അറിയോ? അങ്ങനെയൊരു സങ്കല്പം ഉണ്ടായില്ല ചെറുപ്പത്തിലേ. കുട്ടികൾക്ക് അങ്ങനെ ഒരു ക്ലാസ് അല്ലേ കൊടുക്കേണ്ടത്? ഒരു സ്പൂൺ എഞ്ചിനീയറാദി ലേഖ്യം കൊടുത്തോളൂ, ഒരു സ്പൂണ് ഡോക്ടറാധികൃതം കൊടുത്തോളൂ, പക്ഷേ ഒരു 1/4 സ്പൂണെങ്കിലും സംസ്കാരാദി വടകം കൊടുക്കണ്ടേ? അതാണ് നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നും എൻ്റെ നാവിലായി വന്നിടണം, നല്ല ചിന്തയേകണം, മനസ്സു ശുദ്ധമാവണം, നിത്യനായച്ചിൽ പ്രകാശരൂപനെ വണങ്ങണം, പൊൻചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം, ആപദാബ്ജം തന്നിലായി സദാ നമിച്ചിടട്ടെ ഞാൻ. ഓരോരുത്തരും അവരവരുടെ വാസനയ്ക്ക് അനുസരിച്ചുള്ള കർമ്മങ്ങളിൽ വ്യാപരിച്ചോട്ടെ. പക്ഷേ അച്ഛനമ്മമാരുടെ പ്രധാനമായിട്ടുള്ളൊരു ദൗത്യം, പ്രധാനമായിട്ടുള്ള ധർമ്മം എന്താണെന്നറിയോ? ധർമ്മബോധവും ആത്മവിദ്യയും മക്കളിലേക്ക് പകർത്തി കൊടുക്കുക. അതാണ് സമ്പത്ത്. രാഷ്ട്രീയക്കാരുണ്ടാവാം. ആദ്യകാലത്ത് രാഷ്ട്രീയമൊന്നും പ്രൊഫഷണലായിട്ട് കൊണ്ടു നടക്കണവരില്ല. ഇന്നത്തെ കാലത്ത് ഇപ്പം അങ്ങനെയുണ്ട്. ഫുൾ ടൈം രാഷ്ട്രീയമാണ്, ഞാൻ പൊളിറ്റിക്സ് എന്നൊക്കെ ഇങ്ങോട്ട് പറയും. കുഴപ്പമില്ല, ചെയ്തോട്ടെ, അവർക്ക് വാസനയാണെങ്കിൽ അങ്ങനെ. പക്ഷേ അതിൽ ധർമ്മം ഉണ്ടാവണം. പറയാം, മോനെ ആരുടെയും വീട് കയറി ആക്രമിക്കാതെ കണ്ടും, ടീച്ചർമാർക്കും പ്രിൻസിപ്പാൾമാർക്കും കുഴിവാടം ചെയ്തിട്ട് റീത്ത് വയ്ക്കാതെ കണ്ടും, ശാപം വാങ്ങാതെ കണ്ടും, സ്നേഹം കൊണ്ടും സേവ കൊണ്ടും ആരെ വേണമെങ്കിലും ആകർഷിച്ചൂടെ? ഈ ആശയങ്ങളില്ലാത്തവനാണല്ലേ ആയുധം എടുക്കേണ്ടി വരുന്നത്. സത്യത്തിൽ ഈ ആയുധം കൊണ്ട് നടക്കുന്നവരും ഗുണ്ടകൾ എന്ന് പറഞ്ഞൊരു സമ്പ്രദായത്തെ കൊണ്ടു നടക്കുന്നവരും ഏറ്റവും വലിയ ബലഹീനന്മാരും ഭീരുക്കളുമല്ലേ. നമ്മുടെ ഉള്ളിൽ ധർമ്മവും നീതിയും ഉണ്ടെങ്കിൽ നമ്മുടെ നീതിയും ധർമ്മവും കണ്ട് ആകർഷകരായിട്ട് ആളുകൾ നമ്മളിലേക്ക് അടുക്കുകയല്ലേ ചെയ്യുക? എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചൂടാ? അപ്പം ഇത്തരം ഒരു വിദ്യാഭ്യാസമല്ലേ നമ്മൾ മക്കൾക്ക് പകർത്തി കൊടുക്കേണ്ടത്? അതെ. അപ്പം നമ്മുടെ വികാസം കൊണ്ട് എല്ലാവരും ഉൾക്കൊള്ളുവാനും നമ്മുടെ സ്നേഹവും ശ്രദ്ധയും കൊണ്ട്, ഇപ്പോൾ വിവേകാനന്ദ സ്വാമി, അമൃതാനന്ദമയി അമ്മ, അങ്ങനെ ഒരുപാട് മഹാത്മാക്കളെ പരീക്ഷിക്കുവാനും നിരീക്ഷിക്കുവാനും അറിയാനും ഒക്കെ ആയിട്ട് പോയ പല ആളുകളും അവരുടെ അനുഭാവികളായിട്ടും ശിഷ്യന്മാരായിട്ടും മാറി എന്നാണ്. ബാലകൃഷ്ണൻ മേനോൻ എന്നുള്ള ആ പത്രപ്രവർത്തകൻ, ജേർണലിസ്റ്റ്, ആരെ? തപോവനം സ്വാമികളെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയതാണ്.
മുഖാമുഖം നോക്കി ഒരു ചിരി ചിരിച്ചു. ചിത്രം എടുത്തു വെച്ചിട്ടുണ്ടോ ചോദിച്ചു. മനസ്സിലായില്ല. മൂപ്പര് പിന്നിലേക്ക് താങ്കളുടെ ഫോട്ടോ ഉണ്ടോ? ലൈസൻസിലുണ്ട്. ലൈസൻസ് വലുതാക്കി എടുത്തു വെച്ചു, ആവശ്യം വരും പറഞ്ഞു. ഇതെന്താ അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞതെന്ന് കൺഫ്യൂഷനായി. അത്യാവശ്യം നന്നായിട്ട് വലിയ ഹോട്ടലിൽ താമസിച്ച് ലേശം വീരഭദ്രൻ സേവിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പണ്ടെന്നാണ്. ആളൊക്കെ ഫ്ലുവൻ്റായിട്ട് ഇങ്ങനെ അങ്ങേര് ആ മേനം മൂത്രമൊഴിക്കണവും കൂടി ഇംഗ്ലീഷിലാണ് കുട്ടിയെ പറഞ്ഞു. അത്ര ഫ്ലുവൻ്റാണ് മൂപ്പർക്ക് ഭാഷാജ്ഞാനം. പക്ഷേ ആ വ്യക്തി റോഡ് സൈഡിലൊക്കെ കിടക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. കഴിക്കാൻ തോന്നിയില്ല. പിന്നെ എന്തോ ഒരു വാസന തോന്നി. വീണ്ടും പോയി അവസാനം എന്തായി? അദ്ദേഹത്തിൻ്റെ നിഷ്ഠകളും അദ്ദേഹത്തിൻ്റെ പ്രഭാവവും ഒക്കെ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭാവിയായിട്ടും ആരാധകനും ഭക്തനുമായിട്ട് മാറിയെന്നാണ്. കാറൽ മാർക്സ് മുതലായിട്ടുള്ള ആളുകൾ വന്നപ്പോൾ 2 വിഭാഗം ആളുകളെ കണ്ടു എന്നാണ് അത്രേ പറഞ്ഞത്. ഏതൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ ഒന്നുള്ള കൂട്ടരും ഒന്നില്ലാത്ത കൂട്ടരും. എന്നാൽ മൂന്നാമതൊരു ടീമുണ്ട് കേട്ടോ ഭാരതത്തിൽ. അവരെ നിങ്ങൾ പരിചയപ്പെട്ടില്ല. അതെന്താ? ഉണ്ടായിട്ടും വേണ്ടാത്തൊരു ടീമുണ്ട്. ഉള്ള സംഗതികളെ പുല്ലുപോലെ ഉപേക്ഷിച്ച് ധർമ്മം ചെയ്തുകൊണ്ട് നിസ്വനായിട്ട് കൗപീനവന്ത ഖലുഭാഗ്യവന്ത എന്ന നിലയിലൊരു കോണാനും തോർത്തും മാത്രം സ്വത്തായിട്ട് ഉപയോഗിക്കുന്ന എത്രയോ മഹാപ്രബുദ്ധന്മാരായിട്ടുള്ള ആളുകളുണ്ട്. അവരുടെയും കൂടി നാടാണ് ഭാരതം എന്നാണ്. അപ്പോൾ ഇത്തരം ഒരു സംസ്കാരമല്ലേ നമ്മൾ മക്കളിലേക്ക് പകർന്നു കൊടുക്കേണ്ടത്? സ്നേഹത്തിലൂടെ, സേവയിലൂടെ, ശ്രദ്ധയിലൂടെ, നമ്മുടെ ശുദ്ധമായ കർമ്മത്തിലൂടെ ആളുകളെ ആകർഷിച്ച് വന്നോളും. അങ്ങനെ ആയിരിക്കണം നമ്മുടെ കർമ്മങ്ങൾ. അങ്ങനെ ആരുടെയും ശാപം വാങ്ങാത്ത, വെറുപ്പ് വാങ്ങാത്ത ഒരു കുട്ടിയായിട്ട് വളരണുണ്ടോ എൻ്റെ ഉണ്ണി എന്നുള്ളൊരു വിദ്യാഭ്യാസമല്ലേ നമ്മൾ മക്കൾക്ക് കൊടുക്കേണ്ടത്? നീ ആരോ ആയിക്കോട്ടെ. വിവേകാനന്ദ സ്വാമി പറയാറുണ്ട്, ഒരു ഡോക്ടർ കൃത്യമായിട്ട് ഉപനിഷത്ത് പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഡോക്ടറാവും എന്ന് മാത്രമല്ല ഏറ്റവും നല്ല ഡോക്ടറാവും എന്നാണ്. ഓരോ തൊഴിൽ മേഖലകളിലും ശരിയായ ശാസ്ത്രജ്ഞാനമുള്ളവരാണ് ഇറങ്ങുന്നതെങ്കിൽ അവൻ അതിൻ്റെ തലപ്പത്ത് മാക്സിമം എത്താവുന്നതിൻ്റെ അപ്പുറം എത്തും എന്ന് പരമാർത്ഥമാണ്. അപ്പോൾ പിന്നീട് ആ ധ്യാനം, അതിലൂടെ ലഭിക്കുന്ന ഒരു അനുഭവം എന്നത് സമാധി, മനസ്സ് സമനിലയിൽ ആവുക. ഇതാണ് ഭാഗം. അമ്മേ, ഇതിന് വേറൊരു വിഷയവും കൂടി കേട്ടോളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മുഹൂർത്തത്തിൽ പുരുഷന് അമ്മയോട്, സ്ത്രീയോട്, പത്നിയോട് തോന്നുന്ന ഒരാഗ്രഹം, സത്യത്തിൽ ഈ ആഗ്രഹം തോന്നിക്കുന്നതുമാരാ? ഭഗവാനാണല്ലേ, ആണല്ലോ. ഓരോന്നും നടക്കാനായിട്ട് ഓരോ രീതിയിൽ പ്രേരണ കൊടുക്കുന്നാരാ? സംശയമില്ലല്ലോ. അതങ്ങനെ ആ ഒരു മുഹൂർത്തത്തിൽ പ്രേരണ തോന്നി അവർ സംയോജിച്ചു. ബീജ അണ്ഡങ്ങൾ തമ്മിൽ, ആ ശുക്ലശോണിതങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടു. 2 ദിവസങ്ങൾ കൊണ്ട് ഇവ കട്ടിയായിട്ട് കലലം എന്ന നിലയിൽ ഒരു ബിന്ദു രൂപത്തിൽ കട്ടിയായിട്ടുള്ളൊരു ഭാവം സ്വീകരിക്കുന്നു. 5 ദിവസമാവുമ്പോൾ ഇത് ഒരു മുന്തിരിയോളം വലിപ്പം വരും. വീണ്ടും ഒരു മാസം എടുക്കുമ്പോൾ ഒരു മാങ്ങയോളം വളർന്നൊരു മാംസപിണ്ഡമായിട്ട് മാറുന്നു. ഞെട്ടി കീഴോട്ടും മുകൾ ഭാഗം തലകിഴായിട്ട് ധാനപാതം നിലയിൽ. 60 ദിവസം കഴിയുമ്പോൾ അംഗങ്ങൾ രൂപപ്പെടും, കയ്യും കാലുകളും വിരലുകളും. 3 മാസമാകുമ്പോഴത്തേക്ക് 90 ദിവസമാകുമ്പോൾ കാതും കാതിന് ദ്വാരവും ശ്രവണശേഷിയും ലഭിക്കും. 4 മാസം തികയുമ്പോൾ ആൺ പെൺ വ്യത്യാസത്തിലുള്ള ലിംഗം രൂപപ്പെടും. സ്ത്രീലിംഗം, പുംലിംഗം എന്നുള്ള ലിംഗം രൂപപ്പെടും. പിന്നീട് 5 മാസമാകുമ്പോഴത്തേക്ക് തലച്ചോറ് മുതലായിട്ടുള്ള അംഗങ്ങൾ അതിനെ ആവരണം ചെയ്യുന്ന നിലയിൽ തലയോട്ടി, ഇതിൻ്റെ ഇടയിൽ പരസ്പരം ഒട്ടാതെ കണ്ട് സുരക്ഷ നൽകാത്തക്കവണ്ണം മോളിക്യൂളുമാരി ഒരു കട്ടിയുള്ള ദ്രാവകമൊക്കെ ഇതിനകത്ത് സംജാതമായി. ഇതിലേക്ക് വേണ്ടുന്ന വായു, വെള്ളം, ആഹാരത്തിൻ്റേതായിട്ടുള്ള ആ ഊർജ അംശങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് ഈ നാഭീനാള ബന്ധത്തിലൂടെ കുഞ്ഞിൻ്റെ വയറ്റിലേക്ക് പ്രവേശിച്ചു തുടങ്ങും. 7 മാസം ആവുമ്പോഴത്തേക്ക് കുറേശ്ശെ ധാരണാശക്തി വന്നു, ഓർമ്മ പ്രവർത്തിക്കാൻ തുടങ്ങി. തലകിഴായി കിടക്കുന്ന താൻ ഇതിൻ്റെ ഉള്ളിൽ ഈ ചൂടും ഇതൊക്കെ സഹിച്ചിട്ട് എന്തേ ഇപ്പം ഇങ്ങനെ വന്ന് പെടാനുള്ള കാരണം എന്ന് 7 മാസമുള്ള അകത്തിരിക്കുന്ന കുഞ്ഞ് ചിന്തിക്കണം. അപ്പോൾ വെറുതെ അല്ല, ചെയ്ത പണിയുടെ കൂലിയാണ് ഞാനിപ്പോൾ ഈ അനുഭവിക്കുന്നത്. ഭഗവാന് എമ്മ ഒക്കെപ്പാട് കൂടിയിട്ട് ആഹാരത്തിന് രുചിയില്ല എന്ന് പറഞ്ഞ് തങ്കമ്മച്ചാറ് വാരി തേമ്പി കഴിഞ്ഞാൽ അതിൻ്റെ ചൂട് മുഴുവൻ താനാ അനുഭവിക്കേണ്ടി വരുന്നതേ. ഗതികെട്ട് സഹിക്കില്ല. ഇനി ഒരിക്കലും ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വന്ന് പെടാതിരിക്കാൻ ശ്രമിക്കും. വരട്ടെ.
പുറത്ത് ചാടട്ടെ എന്ന് പ്ലാൻ ചെയ്യണു 7-ാം മാസത്തിൽ. 8-ാം മാസം ആവുന്നതോടുകൂടിയിട്ട് അപാനവായു, പ്രസവവായു പ്രവർത്തിക്കാൻ തുടങ്ങും. ഇതന്നെയൊക്കെ ഒന്ന് പുറത്ത്, മൂപ്പരങ്ങനെയാണ്, സ്വാർത്ഥന ഒക്കെ പുറത്തേക്കാക്കലാണ് മൂപ്പര് പണി, പുറത്തേക്ക് തള്ളാൻ ശ്രമിക്കും. 9-ഓ 10-ഓ മാസമാകുമ്പോൾ എന്തെല്ലാം അനുഭവങ്ങളാണോ ഇവന് അഥവാ ഇവൾക്ക് ഭൂമിയിൽ അനുഭവിക്കാനിരിക്കുന്നത്, അതിൻ്റെ സൂചന നൽകുന്ന തരത്തിലുള്ള ഗ്രഹനിലയോടുകൂടിയിട്ട് തിഥിയിൽ, കരണത്തിൽ, നക്ഷത്രത്തിൽ, യാമത്തിൽ ഭൂജാതനാവുന്നു. പുറത്തങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അകത്ത വായുവും പുറത്തെ വായുവും തമ്മിൽ ഒരു പ്രത്യേക ഒരു 10-15 മണിക്കൂറോ ഒരു 5-8 മണിക്കൂറോ ഒക്കെ AC ഓൺ ചെയ്തിട്ടുള്ള കാറിൽ യാത്ര ചെയ്ത ആൾക്ക് പെട്ടെന്ന് വണ്ടി നിർത്തി പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു അന്തംവിടലുണ്ടാവും. ആ വായുവും ഈ വായുവും തമ്മിൽ ചേരാനൊരു ഒരു പ്രത്യേക ഒരു അവസ്ഥ, ഒരു സ്തംഭനാവസ്ഥ, ഇതേമാതിരിയുള്ള അവസ്ഥ ഉണ്ടാവും. അത് മാറിക്കിട്ടണോ, പ്രാർത്ഥിക്കണോ. ഇതോടുകൂടിയിട്ട് പിന്നെ ആ നാഭീനാള ബന്ധമൊക്കെ വേറെടുത്തി ആ ശ്വാസം ഇങ്ങനെ പിടിച്ച കുട്ടി പിന്നെ ശ്വാസം വലിച്ചു തുടങ്ങി. അതോടുകൂടി കൈകൾ ഇങ്ങനെ മടക്കുകയാണ്. അങ്ങനെയാണ്, കൈ ഇങ്ങനെ മടക്കണോ. ഒരു ലാബിൽ പോണ ആൾക്കാരനെ മാതിരിയാണ് ഈ കൈ മടക്കുന്നത്. എന്ത് ലാബാണത്? ഇങ്കി എന്ന് പറഞ്ഞിട്ടൊരു ലാബിൽ പോകാനുള്ള തയ്യാറെടുപ്പോട് കൂടിയിട്ടാണ് ഈ കൈ മടക്കി പിടിച്ചിരിക്കുന്നത്. പിന്നെ അതിനെയൊക്കെ നൂർത്തി ആ സ്നേഹത്തോടെയൊക്കെ തഴുകിയിട്ട്, നല്ല അമ്മമാരും മുത്തശ്ശിമാരും ഉള്ള കുട്ടികളുടെ തല കണ്ട വേറെ ആയിരിക്കും. മറ്റേ കിളിക്കൊക്കെ മാതിരി മൊങ്ങടം തലയൻ, അത് കല്യാണം കഴിഞ്ഞതിൻ്റെ അടുത്ത മാസം വേറെ താമസം തുടങ്ങിയില്ലേ, അമ്മമ്മയില്ല, അച്ഛനും ഇല്ല. വാസ്തവ. കാരണം എന്താ, നല്ല ഷേപ്പിലൊക്കെ ഇരിക്കണമെങ്കിൽ പോലും ആ പ്രസവത്തോടുകൂടി ആ ഷേപ്പൊക്കെ മാറി വരും. പിന്നെ അത് ഷേപ്പ് ചെയ്യണതാരാ? നന്നായിട്ട് ഇട്ട് ഒഴിഞ്ഞില്ലേ ആ തലയും. ചില കുട്ടികളുടെ കാലൊക്കെ കണ്ടില്ലേ, തത്തക്ക വിത്തക്ക പറഞ്ഞിട്ട് അതിനെയൊക്കെ നന്നായിട്ട് എണ്ണയും കുഴമ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ ഷേപ്പ് ചെയ്യുന്ന പണി ആർക്കുള്ളതാ? അമ്മമാർക്കുള്ളതാണ് അല്ലേ. അമ്മമാർ മാത്രമല്ല, മുത്തശ്ശിമാരും അങ്ങനെയൊക്കെയാണ് ചെയ്യുക. ആ സന്ദർഭത്തിൽ തന്നെയാണ് ഈ വയമ്പും തേനും രുദ്രാക്ഷവും സ്വർണവും ഒക്കെ ഉരച്ച് കലക്കി കൊടുക്കുന്നതോടുകൂടിയിട്ട് നമ്മൾ ഈ സംസ്കാരവും കൂടി കൊടുക്കണം കുട്ടിക്ക്. കേൾപ്പിക്കുക തന്നെ നിരന്തരം. എന്ത് കേൾപ്പിക്കുക? ദൈവമേ കൈതൊഴാം കേൾക്കുമാറാവണം, പാപമാമെന്നെ നീ കാക്കുമാറാവണം, എന്നുള്ളിൽ ഭക്തി ഉണ്ടാകുമാറാവണം, നിന്നെ ഞാനെന്നുമേ കാണുമാറാവണം, നേർവഴിക്കെന്നെ നീ കൊണ്ടുപോയിടണം, നേർവരും സങ്കടം ഭസ്മമാക്കിയിടണം, ദുഷ്ടസംസർഗം വരാതെയിരിക്കണം, ശിഷ്ടരായുള്ളവർ തോഴരായിടണം, നല്ല കാര്യങ്ങളിൽ പ്രേമമുണ്ടാവണം, നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാവണം, കൃത്യങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധയുണ്ടാവണം, സത്യം പറഞ്ഞിടാൻ ശക്തിയുണ്ടാവണം. ഈ ഒരു സന്ദേശം മക്കൾക്ക് പകർന്ന് കൊടുക്കണം. അവരവരുടെ ഗ്രഹനിലയും യോഗമനുസരിച്ച് ഓരോ കർമ്മങ്ങളിൽ ആണ് വ്യാപരിക്കുന്നുവെങ്കിലും മക്കളെ എല്ലാ ആളുകളും കൊതിക്കുന്നത് എന്താണ്? സൗഖ്യമാണ്. അപ്പോൾ നമ്മുടെ സാന്നിധ്യം കൊണ്ടോ, നമ്മുടെ കർമ്മം കൊണ്ടോ, നമ്മുടെ ഭാവം കൊണ്ടോ, നമ്മുടെ ഭാഷം കൊണ്ടോ വേറൊരാൾക്ക് വേദന വരാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ആ സാരതത്വങ്ങൾ പകർന്നു കൊടുക്കാനുള്ള ബാധ്യത ആർക്കുണ്ട്? അച്ഛനമ്മമാർക്കുണ്ട്. കുറച്ച് വളർന്നു കഴിഞ്ഞാൽ അച്ഛനമ്മമാർ എന്ത് ചെയ്യണറിയോ? സൂത്രത്തിൽ അന്യ ഗുരുക്കന്മാരുടെ കയ്യിൽ ഘടിപ്പിക്കണം. കാരണം വിശിഷ്ട സേവനത്തിന് മെഡല് വാങ്ങിയ ആളാണ് അച്ഛനെങ്കിൽ പോലും സ്വന്തം കുട്ടികൾക്ക് അങ്ങനെ അങ്ങോട്ട് ട്യൂഷൻ എടുക്കാൻ പറ്റില്ല, പറഞ്ഞ അനുസരിച്ചോളണമെന്നില്ല, അത് ശരിയാവില്ല. അപ്പം എന്താ ചെയ്യുക? വേറൊരു സ്ഥലത്തേക്ക്, ചിലപ്പോൾ തൻ്റെ തന്നെ ശിഷ്യനാവാം, പക്ഷെ പുറത്തൊരാൾ പറയുമ്പോഴാണ് അതിന് കൂടുതലൊരു മൂല്യം കൽപ്പിക്കുക. അതുകൊണ്ട് തന്ത്രപൂർവ്വം അവരെ വേറെ ഏതെങ്കിലും ഒരു അനുഭവരസികനായിട്ടുള്ള, അനുഷ്ഠാനമുള്ള, അറിവുള്ള ഒരു ഗുരുസമാനായിട്ടുള്ള വ്യക്തിയായിട്ട് ഘടിപ്പിച്ചിട്ട് അവരെ ഈ ധർമ്മമൂല്യങ്ങൾ പഠിപ്പിക്കുക. അത് ബ്രഹ്മചര്യം എന്നുള്ളൊരു ഭാവമാണ്. അത് കഴിഞ്ഞാൽ ഈശ്വരനെ അറിഞ്ഞ് പ്രപഞ്ചത്തിൻ്റെ താളം മനസ്സിലാക്കി പ്രകൃതിയുടെ നിയമങ്ങൾ മനസ്സിലാക്കിയിട്ട് നിഷ്ഠാവാനായിട്ടുള്ളൊരു വ്യക്തി അന്യഗൃഹത്തിലെ ഒരു പെൺകുട്ടിയെ അച്ഛനമ്മമാരുടെ ഇഷ്ടപ്രകാരം, താല്പര്യപ്രകാരം വധുവായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അവരെ സ്നേഹം കൊണ്ടും ശ്രദ്ധ കൊണ്ടും
തൻ്റെ ആ പാതി തന്നെയാണ് പത്നിയായിരിക്കണ എന്നൊരു ഭാവത്തിൽ ഭഗവാൻ നമ്മുടെ സേവയ്ക്കായിക്കൊണ്ട് ഇത് അങ്ങനെ ഒരു സൃഷ്ടി നടത്തി തനിക്ക് തന്നിരിക്കണോ എന്ന ആ ഒരു കെയറിങ് അവർക്ക് കൊടുക്കുക തന്നെ വേണം. മാനിക്കണം എന്നാണ്. ആരെ അപമാനിക്കപ്പെടാൻ പാടില്ല. എല്ലാവരുടെ ഉള്ളിലും താൻ മാനിക്കപ്പെടണം എന്നുള്ളൊരു ഭാവമുണ്ട്. അങ്ങനെ മാനിച്ച് ബഹുമാനം കൊടുത്ത് ബഹുമാനം നേടി സ്നേഹത്തോടെ ശ്രദ്ധയോടെ പരസ്പര ധാരണയോട് കൂടിയിട്ട് അടുത്ത ഒരു സമ്പ്രദായത്തിന് വേണ്ടി പരിശ്രമിച്ച് ആ ഉമാമഹേശ്വര ധ്യാനം ചെയ്ത് ഇല്ലെങ്കിൽ രാധാകൃഷ്ണ ധ്യാനം ചെയ്ത് സൽസന്തതിക്കായിക്കൊണ്ട് പ്രയത്നിക്കണം. ഭാവനയ്ക്ക് ശക്തിയുണ്ട്. ഇത് പറയുമ്പോൾ കഥയിൽ നിന്നൊരു കഥ ഓർമ്മ വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പണ്ട് ഉദ്ദണ്ഡൻ എന്നൊരു ശാസ്ത്രിയുണ്ട്. രാജരാജേശ്വര ക്ഷേത്രം കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? തളിപ്പറമ്പാവ്. അവിടെ ഒരു സഭാമണ്ഡപമുണ്ട് മുമ്പിൽ. തർക്കം ശാസ്ത്രമായിട്ട് എടുക്കും. അക്ഷശ്ലോകം മുതലായിട്ടുള്ള പണ്ഡിതന്മാരുടെ സദസ്സ് കൂടും അവിടെ പഴയ കാലത്ത്. ഇപ്പോഴും പേരിനൊക്കെ ചിലപ്പോൾ നടക്കുന്നുണ്ട് എന്നാണ് അറിവ്. പക്ഷേ കിഴി കൊടുക്കണില്ല. അന്ന് പൊൻകിഴി കൊടുക്കും, പണം രാജാവ് കൊടുക്കും ഇതിൽ വിജയിക്കുന്ന ആൾക്ക്. അങ്ങനെ തമിഴ്നാട്ടിൽ തമിഴ് ബ്രാഹ്മണനായിട്ടുള്ളൊരു വ്യക്തി വന്നു, ആ സദസ്സിലിരുന്നു. ശാസ്ത്രത്തിൽ അദ്ദേഹം അതീവ ശ്രദ്ധാലുവുമാണ്, സമർത്ഥനുമാണ്. അദ്ദേഹം വിജയിച്ചു. പണക്കിഴി ഇദ്ദേഹം കൊണ്ടുപോയി. അപ്പം എന്താ, ഈ ആളുകൾക്കൊക്കെ ആരാധനയും അങ്ങനെയാണല്ലോ. ഒരു ജയിക്കുന്ന ഒരാളോട് എണീക്കാൻ ജീവനില്ലാത്ത ഒരാളിനെ ആരെങ്കിലും ആരാധിക്കുമോ? കരുത്തിൻ്റെ പിന്നാലെയല്ലേ ആളുകൾ കൂടുക. അറിവിലാണെങ്കിലും കായിക ശേഷിയാണെങ്കിലും അതെ. അങ്ങനെ അദ്ദേഹത്തിന് കുറേ ആരാധകരുണ്ടായി. അടുത്ത വർഷവും ഈ സമയം പറഞ്ഞു കൊടുത്തു. അടുത്ത വർഷവും അദ്ദേഹം വന്നു, വീണ്ടും വന്നു. 3-4 തവണ അജയ്യനായ അപ്പം എന്താ ഉണ്ടാവുക? ഉറപ്പാണ് ഞങ്ങൾ തന്നെ എന്നുള്ളൊരു ഞങ്ങൾക്ക് തന്നെ അടുത്ത തവണത്തെ കിഴിയെന്ന് തന്നെ അല്ലേ പറയുക, അല്ലേ? അതൊരു അഹങ്കാരത്തിൽ നിന്ന് വരുന്ന വാക്കാണ്. അങ്ങനെ ഇദ്ദേഹം അഹങ്കാരിയായി എന്ന് മാത്രമല്ല, അദ്ദേഹം മറ്റുള്ള ആളുകളെ ആക്ഷേപിച്ചു. കേരളത്തിലെ എലിക്കുട്ടികളൊക്കെ മാറിക്കൊള്ളണടാ, ജ്ഞാനാരണ്യത്തിലെ സിംഹം വരുന്നുണ്ട്, ഉദ്ദണ്ഡ സിംഹം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. ഇത് കുറേ ആളുകൾക്ക് വലിയ വേദന ഉണ്ടാക്കി. ബ്രാഹ്മണാളുകളൊക്കെ പടുകൂടി കൂടി ആലോചിച്ചു, ഭഗവാനെ ഈ മഹാഭാവിയുടെ ധിക്കാരം സഹിക്കണില്ല, എന്നെ പണ്ടേൻ എന്നൊക്കെ പറഞ്ഞ് കൂടി ആലോചിച്ചപ്പോൾ ഒരു ഭട്ടതിരി കുടുംബത്തിലൊരു സ്ത്രീ ഗർഭിണിയാണോ അല്ലേ എന്നൊരു സംശയം, ലേശം കുളി സമയം തെറ്റിയോ എന്നൊരു സംശയം. ഇതറിഞ്ഞപ്പോൾ ഇവർ നേരെ പോയിട്ട് അവിടുത്തെ ഇല്ലക്കാരനെ പ്രധാന തിരുമേനിയെ കണ്ടു പറഞ്ഞു, ഞങ്ങൾ സാധകന്മാരാണ്, അങ്ങനെ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് കുളിച്ചുകൊണ്ട് താമസിക്കാനുള്ളൊരു സൗകര്യം, ഞങ്ങൾ തന്നെ ആഹാരം പാചകം ചെയ്ത് കഴിച്ചോളാം, ഒരു മണ്ഡലക്കാലം ഞങ്ങൾക്ക് ഇവിടെ കൂടണമെന്ന് മോഹമുണ്ട്. ഒരു മണ്ഡലകാലം എന്താ വിശേഷം എന്ന് ചോദിച്ചു. അല്ല, ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞു, ഇങ്ങനെയാണ് സാധകന്മാർ, ഞങ്ങളൊരു ദേവീ ഉപാസകന്മാരാണ്. അപ്പോൾ ഇവിടുത്തെ കുട്ടി ഗർഭിണിയാണെന്ന് അറിഞ്ഞു. ഞങ്ങൾ കുറച്ച് ദേവി മഹാത്മ്യം വായിച്ച് വെണ്ണയിൽ ജപിച്ചിട്ട് ആ ഗർഭിണിയെ കഴിപ്പിക്കാം. അപ്പോൾ ആ ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് അതിൻ്റെ തേജസ്സും ഓജസ്സും കരുത്തും ബുദ്ധിവൈശിഷ്ട്യവും ഉണ്ടാവും. അപ്പോൾ അത് അങ്ങയുടെ കുലത്തിനും നല്ലതാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ചെറിയ സ്വാർത്ഥ ലക്ഷ്യമുണ്ട്. കാരണം ആ വിദ്വാനെ, അഹങ്കാരിയായിട്ടുള്ള വിദ്വാനെ തോൽപ്പിക്കത്തക്കവണ്ണം ഒരു ആളാവണം എന്നൊരു മോഹമുണ്ട്. അങ്ങനെയൊക്കെയാണ്. അത് കേട്ടപ്പോൾ അവർ അത്ഭുതമായി. ശരി, സമ്മതിച്ചു. അങ്ങനെ ഇവർ എന്ത് ചെയ്തറിയോ, വട്ടം കൂട്ടിയിട്ട് ദർഭ പിടിച്ചിട്ട് ആ വെണ്ണ ഉരുളിയിൽ വെച്ച് ആ വെണ്ണയിലേക്ക് ജപിച്ചു. യാദേവി സർവഭൂതേഷോ ബുദ്ധിരൂപേണ സംസ്ഥിതാ നമസ്സസ്യൈ 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 നമോ നമഃ. യാദേവി സർവഭൂതേഷോ ചേതനത്യപതീയതേ നമസ്സസ്യൈ 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 നമോ നമഃ. യാദേവി സർവഭൂതേഷോ ബോധരൂപേണ സംസ്ഥിതാ നമസ്സസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിതാ നമസ്സസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു ഭക്തിരൂപേണ സംസ്ഥിതാ നമസ്സസ്യൈ 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 നമോ നമഃ. യാ ദേവി സർവഭൂതേഷു ശ്രദ്ധാരൂപേണ സംസ്ഥിത നമസ്സസ്യൈ 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 നമോ നമഃ. സുധാസുരൈർപൂർവമവീക്ഷ സംശ്രയാത് തഥാസുരേന്ദ്രേണ ദിനേഷു സേവിത കരോതു ശുഭാന ചാബിഹീശ്വരി അമ്മേ. അനുഭവം ഉണ്ടാവണം കേട്ടോ എന്ന് പ്രാർത്ഥിച്ചു. ആ വെണ്ണ കൊടുത്തു. ആ ഗർഭിണി അത് കഴിച്ചു. നല്ലൊരു ശുഭ നക്ഷത്ര നാളിൽ നല്ലൊരു ആൺകുട്ടി ജനിച്ചു. എന്ത് തേജസ്സുള്ള കുട്ടി അറിയും. കാരണം ആ മന്ത്രം, ആ ഇവരുടെ പ്രാർത്ഥന, ആ കഴിച്ച വെണ്ണ എപ്പോഴും ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്ന സാധനമാണ്. വെണ്ണ അടിച്ചതിൻ്റെ അപ്പുറത്ത് പോയിട്ട് ഐക്കോറ മുളയിട്ടത് കഴിച്ചാൽ വിപരീത ഫലം വരും കേട്ടോ. അതിന് സാത്വിക ആഹാരം ഇതൊക്കെ കഴിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിലായിരിക്കണം ബാക്കി കാര്യങ്ങളും കൂടി, ഇല്ലെങ്കിൽ വൈരുദ്ധ്യാനുഭവം ഉണ്ടാവും. ഏതായാലും ആ കുട്ടി ജനിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ അച്ഛൻ മരണപ്പെട്ടു. പിന്നെ 1 വർഷം നീണ്ടു നിൽക്കുന്ന ശ്രാദ്ധം, ബ്രാഹ്മണാളുകൾക്ക് അങ്ങനെ ഉണ്ട്, പതിവുണ്ട്. എല്ലാവരും ഇല്ല, ചില ആളുകളെങ്കിലും ആ നിഷ്ഠ 1 വർഷം കീപ്പ് ചെയ്യും, ശ്രാദ്ധം ചെയ്യും. കുട്ടിക്ക് അറിയില്ല, പാവം ചെയ്യിക്ക് തന്നെ. അങ്ങനെ
ഈ ബലിച്ചോറ് വെച്ച് കൊടുക്കുമ്പോൾ ഇത് സ്വീകരിക്കാനായിട്ട് കാക്കകൾ വരും. ഈ കാക്കകൾ വരുമ്പോൾ അമ്മേ ഇത് പുതിയ ആക്കയെന്നൊക്കെ പറയണത്, പുതിയാക്ക. അങ്ങനെ ഓരോ കാക്കകളെ വേർതിരിച്ച് അറിയാനുള്ള കഴിവ് ഈ കുട്ടിക്ക് ഉണ്ടായതുകൊണ്ട് കുട്ടി കാക്കശ്ശേരി അങ്ങനെ ഭട്ടതിരി കൂട്ടിയപ്പോൾ കാക്കശ്ശേരി ഭട്ടതിരി. 2-3 വയസ്സ് കഴിഞ്ഞപ്പോൾ നാരശ്രീയുടെ ഒക്കത്തിരുന്നിട്ട് കുട്ടി ദേവിയെ മൂക്കതല ഭഗവതിയെ തൊഴുത് തിരിച്ചു വരുമ്പോൾ കുളിക്കാൻ പോകുമ്പോൾ ഒരു ചോദ്യം ഉണ്ടല്ലേ, കുളിക്കാനാ? അതേമാതിരി ഇങ്ങനെ അമ്പലത്തിൽ പോയി വരുമ്പോൾ അമ്പലത്തിൽ പോയതാ കുട്ടി മറുപടിയൊന്നും പറഞ്ഞില്ല, ചിരിച്ചു. അമ്മ എന്തു പറഞ്ഞു ചോട്ടാ ചോദിച്ചു. കുട്ടിയോട് ഒക്കത്തിരിക്കുന്ന കുട്ടിയോടാട്ടാ. കുട്ടി എന്ത് പറഞ്ഞറിയോ? യോഗിമാർ സതതം പൊത്തും തുമ്പത്തെ തള്ളയാരഹോ നാഴിയിൽ പാതി ആടിയില്ല പലാകാശേന വാനവ. എനിക്ക് മനസ്സിലായില്ല. കരുണാകരൻ എനിക്ക് മനസ്സിലായി ഇല്ല, അമ്മണി എനിക്ക് മനസ്സിലായി. കുട്ടിയോട് തന്നെ ചോദിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലായില്ല. യോഗിമാർ സതതം പൊത്തും തുമ്പ്. യോഗിമാർ സതതം പൊക്കുന്ന തുമ്പേതാ? അതെ, കാരണം പ്രാണനാണ് ശരിയാവേണ്ടത്. പ്രാണാത് വായുരജായത. ഭഗവാൻ തന്നെയാണ്, ശക്തിയാണ്, ഈശ്വരനാണ് പ്രാണൻ. അപ്പോൾ ആ പ്രാണൻ ശരിയായാൽ ചിന്തയും എല്ലാം ശരിയാവും. അപ്പോൾ മൂക്കിൻ്റെ തുമ്പ്, മൂക്ക് തല, തള്ള അമ്മ. തുമ്പത്തെ തള്ളയാരഹോ, മൂക്ക് തല അമ്മ. നാഴിയിൽ പാതി. നാഴിയുടെ പാതിയോ? നാഴിയുടെ പാതിക്ക് എന്താ പറയുക അവിടെ? ഉരീന്നൊരു സാധനമുണ്ട്, കണ്ടില്ലേ? നാഴിയിൽ പാതി ആടിയില്ല, ഒന്നും ഉരിയാടിയില്ല, പലാകാശേന വാനവ. ബഹുമാനം കൊണ്ടാണോ നിശല്യ? ഇതാണ് ഇതിൻ്റെ വൈശിഷ്ട്യം. എന്തിൻ്റെ വൈശിഷ്ട്യം? പ്രാർത്ഥനയോടുകൂടിയിട്ട് ഉപാസനയോടുകൂടിയിട്ട് ജപിച്ച നെയ്യും വെണ്ണയും ഒക്കെ കഴിച്ചിട്ടാണ് ഒരു കുട്ടിക്ക് ജന്മം കൊടുക്കുന്നതെങ്കിൽ ആ കുട്ടിയിലുണ്ടാവുന്ന വൈശിഷ്ട്യം. ഇപ്പം മണ്ണാർക്കാട് ശർമാചാര്യയൊക്കെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ 4 തവണ നമ്മൾ സപ്താഹം, 3 തവണ സപ്താഹം, 3 തവണ നവാഹും 1 തവണ സപ്താഹവും ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ ഒരു കൊല്ലം ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ കുറച്ച് ഗർഭിണികൾ വന്നു. പിന്നത്തെ കൊല്ലങ്ങളൊക്കെ ഗർഭിണികളുടെ തിരക്കാണ്. എന്താ കാര്യം അറിയോ? അകത്തിരിക്കുന്ന കുട്ടിയെ ഇതിൻ്റെ തരംഗങ്ങൾ ചെന്ന്, കാരണം കാതുകൾ 3 മാസമായി കഴിഞ്ഞാൽ കാതുകൾ ഉണരുമെന്ന് പറഞ്ഞല്ലോ. ഈ കാതുകൾ പ്രവർത്തനക്ഷമമാവുമ്പോൾ അതിൻ്റെ ഭാവങ്ങളും ഒക്കെ ആരിൽ വരണോ? ജനിക്കാൻ പോകുന്ന കുഞ്ഞിൽ അതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാവും. തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് സപ്താഹം കേട്ടിട്ടുള്ള കുട്ടികൾക്കൊക്കെ അതിൻ്റെ കരുത്തും ആ തേജസ്സും ബുദ്ധിവൈശിഷ്ട്യവും അനുഭവപ്പെടുന്നതായിട്ടാണ് അനുഭവം എന്ന് പറയാണ്. ഏതായാലും ഇങ്ങനെയൊക്കെയാണ് അമ്മയെ ആരാധനം ചെയ്യേണ്ടത് എന്നുള്ള വിധികൾ ഒക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ എന്താണെങ്കിലും ഒരു ബന്ധം ഉണ്ടാവാനായിട്ടൊരു ഉപദേശം വേണം എന്ന് ഭഗവാനോട് ദേവഹൂതി മാതാവ് ആവശ്യപ്പെട്ടു. അപ്പോഴാണ് അധികാരപ്രകാരം അധികാരിയായിട്ടുള്ള ഒരു ഗുരുനാഥനിൽ നിന്ന് അനുവാദപൂർവം അനുഗ്രഹരൂപേണ ഒരു മന്ത്രം ഉപദേശം കിട്ടുമ്പോഴാണ് അത് കരുത്ത് ആയിട്ട് മാറുന്നത്, കരുത്തിൻ്റെ അനുഭവം ഉണ്ടാവുക. അങ്ങനെയാണ്. കാരണം പുസ്തകസ്ഥാപിതാ വിദ്യാഹ പരഹസ്തഗതം ധനം ദേശാന്തരഗത പുത്ര നാമമാത്രമുപാചയിൽ. പുസ്തകസ്ഥാപിതാ വിദ്യാഹ, പുസ്തകത്തിൽ പറഞ്ഞ വിദ്യയും പരഹസ്തഗതം ധനം, പിന്നെ വെളുപ്പിക്കാനോ ഇല്ലെങ്കിൽ ഇരട്ടിയാക്കാനോ അന്യൻ്റെ കയ്യിൽ കൊടുത്തു വെച്ച പണവും, ദേശാന്തരഗത പുത്ര, നാട് വിട്ട് ഇരിക്കുന്ന മകൻ കാനഡയിലാണ് അല്ലെങ്കിൽ ലണ്ടനിലാണെന്നൊക്കെ പറയാം, UK US എന്നൊക്കെ പറയാം. പക്ഷേ നാമമാത്ര വാചയിൽ, പേര് പറയാൻ മാത്രമേ ഉപകരിക്കുള്ളൂ എന്ന് പറയാം. പെട്ടെന്ന് ഇരിക്കക്കുത്തി വീണ് കഴിഞ്ഞാൽ അടുത്ത വീട്ടിലെ കണാരൻ്റെ ചെക്കൻ തന്നെ വേണ്ടിവരും ഒന്ന് ആസ്പത്രി കൊണ്ടുപോകാനേ. അപ്പോൾ എന്തു ചെയ്യുക? എല്ലാവരോടും നന്നായിട്ട് ചിരിച്ചും സ്നേഹിച്ചുമൊക്കെ പെരുമാറിയാൽ ആപത്തിൽ അത് നമുക്ക് തുണയായിട്ട് മാറും. കൊടുത്തത് എവിടേക്കേ കിട്ടുന്ന പറഞ്ഞത്? കൊല്ലത്തൊന്നൊന്നുമല്ല, അമേരിക്കയിൽ കിട്ടിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്.